നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒരുപാട് പുതുമയുള്ള സ്കിറ്റുകൾ, പുതിയ തമാശകൾ, അത് കേൾക്കാനും ആസ്വദിക്കാനും നിങ്ങൾ പ്രേക്ഷകർ റെഡിയാണ്. ഞങ്ങളിത് തുടങ്ങാൻ പോവാണ്. നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജോൻ ചേട്ടൻ, ബാലച്ചേട്ടാ. മണിമലയിൽ നമുക്ക് നല്ല ഉഗ്രൻ ഓഡിയൻസും ഉണ്ട്. ജയലക്ഷ്മി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്, മണിമല, വെൽക്കം. ഉഷാറല്ലേ? അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഐശ്വര്യമായിട്ട് തുടങ്ങാം. ഒരു സ്കിറ്റ് അങ്ങോട്ട് തരട്ടെ. ആയിക്കോട്ടെ. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഘോഷയാത്ര അമ്പലത്തിൽ എത്തിച്ചേർന്നാലുടൻ തന്നെ വേദിയിൽ കടവന്തര രാജനും കത്തിരിക്കടവ് കടനും അവതരിപ്പിക്കുന്ന 2-man ഷോ ആരംഭിക്കുന്നതാണ്. പിന്നെയാ ഇന്ന് കമലാസന്റെ ഫീർ കാണൂലേ? കമലാസിന്റെ ഫീറൊന്നില്ലേ? ഇല്ല. അതെന്ത്? അല്ല, നമ്മളെ ബാബു മേശ്ശേരി മരിച്ചുപോയി. ബാബു മേശ്ശേരിയും കമലാസിനും തമ്മിൽ എന്തോന്നറിയ ബന്ധം? ആ മരിപ്പിലല്ലേ അച്ഛൻ കമലാസിന്റെ ഫീർ വെച്ചോണ്ട് പോയി. അയ്യോ, അതെന്തിന്? ഒരു ഗമയ്ക്ക് ഇരിക്കട്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോയത്. പിന്നെ 14-ാം തീയതി കാണൂല കേട്ടോ. 14-ാം തീയതി കമലാസ ഇല്ലേ? ഇല്ല. അയ്യോ, അന്നാണ് ബാബു മേശ്ശേരിയുടെ സഞ്ചാന്യം ചടങ്ങ്. അതിനെന്തിന്റെ അച്ഛൻ വെച്ചോണ്ട് പോണത്? കണ്ടിന്യൂറ്റി അടിക്കുമെന്ന്. കണ്ടിന്യൂറ്റിയാ? ഇല്ലെങ്കിൽ മരണത്തിൽ ചെല്ലുമ്പോഴേ ആൾക്കാർ ഒരു മരിപ്പിന് ചെന്നതേ ഉള്ളൂ, സഞ്ചാരത്തിന് ചെന്നില്ലെന്ന് പറയുമെന്ന്. എന്തോന്ന് അച്ഛനടാ. എടാ മെനഞ്ഞാന്ന് നീ ഞാനില്ലാതെ ഒരു സ്റ്റേജിൽ പരിപാടിക്ക് പോയില്ലേ? ഓ, അവിടെ നിന്റെ മോഹൻലാലിന്റെ ഒടിയന്റെ ഫിഗർ നീ ചെയ്തില്ലേ? എന്തൊരു അഭിപ്രായോടാ ഒടിയന്റെ ഫിഗർ. അയ്യോ, അത് ഒടിയന്റെ ഫിഗർ ചെയ്തതല്ല അല്ലേ? പരിപാടി പൊളിഞ്ഞിട്ട് ഞാൻ സ്റ്റേജിന്റെ ബാക്കിൽ കൂടെ തലയിൽ മുന്നോട്ടുണ്ട് ഓടിയതാണ്. ശരി. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഘോഷയാത്ര അമ്പലത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഉടൻ തന്നെ വേദിയിൽ പണം വേണ്ട പാടാം പട്ടിയെ പോലെ എന്ന റിയാലിറ്റി ഷോയിൽ ഓഡിഷൻ ഫെയിൽ ഫെയിം കടവന്തര രാജൻ അവതരിപ്പിക്കുന്ന കരോക്കെ ഗാനമേളയും 10 ഫിഗറുകൾ ഒരുപോലെ ചെയ്യുന്ന കത്തിരിക്കടവ് കണ്ണൻ അവതരിപ്പിക്കുന്ന 2-man ഷോയും ആരംഭിക്കുന്നതാണ്. ലാലേട്ടന്റെ പാട്ടൊന്നിട്ടാണ് പ്രാക്ടീസ് ചെയ്യട്ടെ. ഇപ്പഴാ പ്രാക്ടീസ് നോക്കട്ടെ. ഇതുവരെ നീ ചെയ്തില്ലായിരുന്നാ? പെട്ടെന്ന് നീ അറബിക്കടലേ നീ സാക്ഷി, അലിയും തീരമേ നീ സാക്ഷി. എടാ കത്തിരിക്കടവ് കണ്ണ, നീ ഏത് കോലം കിട്ടിയാലും നിന്നെ പടപ്പക്കരപ്പ തിരിച്ചറിയോടാ. ആരാ പപ്പടം? നിന്റെ കുഞ്ഞമ്മയുടെ കല്യാണത്തിന് വരുമ്പോ വലിയ പപ്പടം. എടാ, എന്നെ കാണുമ്പം മുണ്ടയിച്ചിട്ട് ബഹുമാനിക്കുന്ന നീ യവന്റെ ബലത്തിൽ കൊഞ്ഞനം കുത്തി കാണിക്കുന്നതാടാ. കൊഞ്ഞനം കുത്തി അല്ലെന്ന്, ഞാൻ ലാലേട്ടന്റെ ഫിഗർ ചെയ്ത് അളിയ നിന്നിപ്പോ ഇങ്ങോട്ട് കയറി വന്നത്. പരിപാടി ഇപ്പൊ തുടങ്ങിയില്ലെങ്കിലേ കമ്മിറ്റിക്കാര് നമ്മളെ കൊല്ലും. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലും. ഈ ഫിഗർ 10 പേര് കണ്ടിട്ടാണ് ലോകം അറിയാൻ. അയ്യോ, ആരറിഞ്ഞാലും ഒരാൾ അറിയരുത്. മോഹൻലാല് അവനെ പച്ചയ്ക്ക് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കളയും. നീ അങ്ങോട്ട് മാറുന്നില്ലേ? പാലുപ്പിയുടെ ഫിഗർ ഇട്ടവനെ അങ്ങോട്ട് വാ. നീയാണോ പാട്ട് പാടുന്നത്? നീ എന്നാലും പാടി, ഞാനൊന്ന് കേക്കട്ടെ. ദാസേട്ടൻ വളരെ കഷ്ടപ്പെട്ട് പാടിയ പാട്ടെ. വളരെ ഈസി ആയിട്ടല്ലേ എല്ലാ സ്റ്റേജിലും ഞാൻ പാടുന്നത്. ദാസേട്ടനെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോക്ക്. ശരറാന്തൽ തിരി താഴും മുർലിൻ എന്താണ് ഇത്? നമ്മളെ ഇതൊക്കെ നിർത്താൻ പോവുകയാണ്. അതാ നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. അതല്ല, അടുത്തത് നമ്മുടെ നാടകത്തിലോട്ട് കയറി. എന്നാ പരിപാടിയാണ്? അയ്യോ, എന്ത് പരിപാടി? ഞങ്ങൾ നാടകത്തിലോട്ട് ഇറങ്ങാൻ പോകണം. പേരെന്തോന്നു? കൊച്ചിൻ KCV. അത് കറണ്ട് കൊടുക്കുന്ന സ്ഥലം. KPCC. അത് പാർട്ടിക്കാരുടെ സ്ഥലമല്ല. ഞങ്ങൾ ഒരു പേര് ഫിക്സ് ചെയ്യും. എന്തായാലും നാട്ടുകാർ നിങ്ങൾക്ക് പേരിട്ട് തരും. റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് പക്കാക്കി വെച്ചേക്കണം. ആണാ? എനിക്ക് പിന്നെ പറയലും കൂടെ ആക്കി വെക്കാത്ത ഒരു വേഷം കാണിച്ചു കൊടുത്താൽ ഒരു വലിയ കമ്പത്തിന്. അതല്ലെന്ന്, ഞാൻ ഈ നാടകത്തിൽ ഒരു 90 വയസ്സുള്ള ഒരു അപ്പൂപ്പനായിട്ടാണ് അഭിനയിക്കുന്നത്. ജസ്റ്റ് മിസ്സളിയാ കഴിഞ്ഞ വർഷം കമ്മിറ്റിക്കാരടിയെന്ന. അതല്ലെന്ന്, സംസ്ഥാന അവാർഡിൽ ജസ്റ്റ് മിസ്. നാടകം തുടങ്ങിയില്ല, അതിനു മുമ്പ് അവൻ സംസ്ഥാന അവാർഡിക്ക്. പിന്നെ അളിയനാണ് ജഡ്ജി കേട്ടാ. ഞാനാ? ഓ, എനിക്ക് ഡയലോഗ് ഒന്നും അറിയില്ല. ഞങ്ങൾ ഈ ചെയ്യണില്ലേ, അത് കൊള്ളാമോ കൊള്ളൂലേ എന്ന് അളിയ നോക്കി പറഞ്ഞു മനസ്സിലാക്കി. അങ്ങനെ മാർക്കിന്റെ ജഡ്ജി. തുടങ്ങട്ടാ ഞാൻ. കമ്മിറ്റിക്കാരെ വേഷം മേടിച്ച് കെട്ടുന്നില്ല. കാക്കകൾക്ക് കാഷ്ടിക്കാനും എതിരാളികൾക്ക് നേരെ തോക്ക് ചൂണ്ടാനും. മീറ്റർ പോയി. മീറ്റർ പോയാ? കാക്കകൾക്ക് കാഷ്ടിക്കാൻ എതിരാളികൾക്ക് നേരെ സോപ്പ് ചൂണ്ടാനും.
നിന്റെ കാക്ക തൂതിരുന്നെങ്കിൽ വാ. എന്റെ അളിയ എന്നെ കളിയാക്കിക്കോ, അളിയന്റെ പൊന്നളിയനെ കളിയാക്കല്ലേ. ഈ നാടകത്തിലെ മെയിൻ നടനാണ് അങ്ങേര്. നിങ്ങളുടെ നാടകത്തിന്റെ പേരെന്തോന്ന്? മുംതാസിന്റെ വിലാപം. ഇവന്റെ വേഷം എന്തോന്ന്? ഷാജഹാൻ ചക്രവർത്തി. അയ്യോ, ഷാജഹാന്റെ കുടുംബക്കാര് വന്ന് കൊല്ലുമ്പോ അവനെ മാത്രമേ കൊല്ലാവുള്ളേ. കുടുംബത്തിലുള്ള ഞങ്ങൾ ആരും ഒന്നും ചെയ്യല്ലേ, ഞങ്ങൾ ആരും തെറ്റുകാരല്ലേ. അളിയ ഫൈനൽ റിഹേഴ്സൽ കഴിഞ്ഞ് അളിയൻ ഫസ്റ്റ് പരിപാടിക്കൊന്ന് വരണം. ഞാൻ വരത്തില്ല. വരണം. അയ്യോ, രണ്ട് നിർഗുണന്മാരെ കമ്മിറ്റിക്കാർ വെട്ടിപ്പിരിക്കുന്നതാണ് ത്രാണി എനിക്കില്ല. ദേ, ഒരു അളിയൻ വന്നിട്ട് ബഹുമാനിക്കണമെന്നില്ലേ? ചായയൊക്കെ ഒടിച്ച് വെച്ചേക്കാണല്ലേ? ചായ മാറ്റി തരാൻ അല്ല പിന്നെ. അയ്യോ അളിയ ചായ അല്ല, അവൻ മേക്കപ്പ് കഴിയ വെള്ളം അത്. കാണിക്കുന്നത് എന്തുവാടേ? ബേക്കറിയാ? അയ്യോ ബേക്കറി അല്ല, ഓരോ നടന്മാര് ഫിഗർ ചെയ്യുമ്പോഴത്തേക്ക് കവൽ വെക്കാനുള്ളതാണ്. ഇത് വെച്ചാണ് കൗള് വെക്കുന്നത്. ഈ പഴമായിരുന്നത് പൃഥ്വിരാജിന്റെ ഫിഗർ ചെയ്യാൻ, ഈ കേക്ക ദിലീപേട്ടന്റെ ഫിഗർ ചെയ്യാൻ, ഓഹോ ബന്ന ലാലേട്ടന്റെ ഫിഗർ. അവന്റെ പഴം അയ്യോ എന്റെ പൃഥ്വിരാജ്. കേക്ക് അയ്യോ എന്റെ ദിലീപേട്ടൻ. ബന്ന്. അയ്യോ എന്റെ ലാലേട്ടൻ പോയേ. നോക്കടാ നിന്റെ മോഹൻലാൽ തന്നെ പന്നി കിടക്കണത്. കേക്കളിയാ. കേക്കല്ലളിയത് പന്നല്ലടാ. ഞാൻ പറയുന്നത് കേക്കളിയാ. ആ പറ പിന്നെ. ഇയാളെ അമ്മേടാ. പടക്കര പപ്പന്റെ മുഖത്ത് നോക്കി തള്ളക്ക് വിളിക്കുന്നതാടാ. അയ്യോ തള്ളക്ക് വിളിച്ചല്ല, പിന്നെ? അളിയ ഇയാളെ അമ്മയുടെ ബർത്ത്ഡേക്ക് ഞാൻ രജനീകാന്തിന്റെ പടയപ്പടെ ഫിഗർ വിട്ട് ഒരു കേക്ക് മേടിച്ചോട് ചന്ദ്രാ. ഓർമ്മയുണ്ടോ നോച്ചോടാന്ന്? ഓർമ്മ എന്നെ ഓർമ്മിപ്പിക്കല്ലേ. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേ എന്റെ 65 വയസ്സുള്ള അമ്മച്ചി കഷത്ത് പായും പറ്റി വരമ്പത്തൂടെ നിലയും വിളിച്ച് ഓടുന്നു. ഞാൻ എന്തമ്മച്ചി ഓടുന്നു ചോദിച്ചാൽ പറയാ, എടാ മക്കളെ വീട്ടിലൊരു പൂടപ്പട്ടി കടിക്കാൻ വന്നിരിക്കുന്നത്. എന്റെ അമ്മച്ചി പേടിപ്പിച്ചവനാണ് അറിയാനൊക്കെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അളിയൻ എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം? എന്താണ് ഇവന്റെ പെങ്ങളെ കെട്ടിയ വകയിൽ സ്ത്രീധനം ബാക്കി തരാറുണ്ട്. പല സ്റ്റേജിലും ഞാൻ ചോദിക്കാൻ വരുമ്പോൾ പരിപാടി ഒന്നിൽ ഇവനെ കമ്മിറ്റിക്കാർ പൊക്കിക്കൊണ്ടു, അല്ലെങ്കിൽ നാട്ടുകാർ പൊക്കിക്കൊണ്ടു. അതുകൊണ്ടാണ് പരിപാടിക്ക് മുമ്പ് വന്നത്. എനിക്ക് എന്റെ സ്ത്രീധന തുക കിട്ടണം. ശ്രീധരം ഞാൻ ചോദിക്കട്ടെ, ഈ സ്ത്രീധനം മേടിക്കുന്ന സ്റ്റേജിൽ വന്നാണ് എനിക്കൊരു വീടുണ്ട്, ആ വീട്ടിലോട്ട് വരണം നിങ്ങൾ. വീട്ടിൽ പോയി ചോദിച്ചു. അവിടെ ചെന്നപ്പോ കാണാൻ ഇവന്റെ അച്ഛൻ ഒരു ഫിഗർ ഇട്ടോണ്ടിരിക്കുന്നു. ഓന്തിന്റെ അപ്പോഴപ്പോഴും നിറം മാറുന്നു. എന്നാ ഇവന്റെ അമ്മച്ചിട്ട് ചോദിക്കാന്ന് പറഞ്ഞു ചെന്നപ്പം അവന്റെ അമ്മ വേറൊരു ഫിഗർ ഇട്ടോണ്ടിരിക്കുന്നു. അരണേടാ. ഞാൻ ചോദിച്ചപ്പോ അവര് പറയാ, അയ്യോ എനിക്കൊന്നും അറിഞ്ഞൂടെ, ഞാനല്ലേ മറന്നുപോയെന്ന്. അത്രയ്ക്ക് കൂറ ഫാമിലിയാണ് അറിയാം. ഇതിനെ കുറിച്ച് പറയരുത്. എന്റെ പെങ്ങക്കും അളിയനും കൂടെ ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു പശുവിനെ വാങ്ങി തന്നത്. അയ്യോ പശുവിനെ തന്ന കഥയൊന്നും പറയല്ലേ. എടേ പശുവിന് എത്ര ലിറ്റർ പാലിട്ടെന്ന് ചോദിച്ചാണ്. എത്ര ലിറ്റർ പാൽ കിട്ടൂടാ? കറക്റ്റ് 20 ലിറ്റർ പാലിട്ടു. 20 ജീവിക്കാതെ പോരെ? അത് മതി. അപ്പുറത്തെ കല്യാണ വീട്ടിൽ പാല് കൊടുക്കാന്ന് ഞാൻ ഏറ്റ്. രാവിലെ പശുവിനെ കറക്കാൻ ചെന്ന് കറന്നപ്പോഴേ മിനറൽ വാട്ടറിന്റെ കുപ്പിയുടെ അടപ്പിൽ 2 തുള്ളി. ഞാൻ അവസാനം സൊസൈറ്റിയിൽ നിന്ന് പാല് കടം മേടിച്ചാ കൊടുത്തത്. ഇപ്പൊ സൊസൈറ്റി മൊത്തം എനിക്കെതിരെ തിരിഞ്ഞിരിക്കും. അതിനാണ് ഞാൻ മൃഗ ഡോക്ടറെ പറഞ്ഞു വിട്ടത്. ഇൻജക്ഷൻ എടുക്കണം പശുവിന്. മറ്റു പശുവിനെ തന്ന ഇവനെ എന്ത് ചെയ്യണം? പിന്നെ മൃഗ ഡോക്ടർ സമ്മതിച്ചു കൊടുക്കണം. ഞാൻ നോക്കിയപ്പോ 2 സൂചിയായിട്ട് വന്ന് എന്നിട്ട് എന്റെ അടുത്ത് പറയാ, പടക്കുപര പപ്പൻ ഞാൻ പശുവിന്റെ ദേഹത്ത് തൊടൂല, ദൂരെ നിന്ന് എറിഞ്ഞ് പിടിപ്പിക്കത്തേ ഉള്ളത്. 2 സൂചി എറിഞ്ഞു, 2ഉം കൊണ്ടില്ലടേ. എന്നിട്ട് അവൻ പറയാണ്, നാളെ രാവിലെ ഞാൻ വരാന്ന്. പിറ്റേന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോഴേ ഇവൻ 2 ചാക്ക് സൂചിയായിട്ട് വന്നിരിക്കും. ഡോക്ടറല്ലേ, ഇറങ്ങി പിടിപ്പിക്കുന്നെങ്കിൽ പിടിപ്പിക്കട്ടെന്ന് വിചാരിക്കും. ഞാൻ അടുക്കളയിൽ നിന്ന് ചായ ഇട്ട് തിരിച്ചു വന്നപ്പം, എടാ കടവന്തറേ, എന്റെ പശു നിന്നിടത്ത് ഒരു വലിയ മുള്ളം പന്നി. 2 കണ്ണുകൾ ബൾബ് പോലും തിളങ്ങുന്നത്. ഇവൻ കൊണ്ടുവന്ന 2 ചാക്ക് സൂചി എറിഞ്ഞു പിടിപ്പിച്ചു. സത്യം പറയാല്ല, ഉദ്ദേശ സ്ഥലത്ത് മാത്രം സൂചി കൊണ്ടു. അത്രയ്ക്ക് മിടുക്കനാണ്. അങ്ങനെയൊന്നും കളിയാക്കല്ലേ. ഞങ്ങളൊക്കെ ഒത്തിരി ആസ്തിയുള്ള കുടുംബത്തിലുള്ളതാണ്. ആസ്തിയുള്ള കുടുംബം അല്ലടാ, ആർത്തിയുള്ള കുടുംബം. ആർത്തിയുള്ള എന്തൊരാർത്തി? എടാ നീ കേക്കണം, എന്റെ കൊച്ചി ഇറക്കം ഒരു ദിവസം വീട്ടിന്റെ മുറ്റത്തിരുന്ന് മൗത്ത് ഓർഗൻ വായിച്ചോണ്ടിരിക്കുക. ഇവന്റെ അച്ഛൻ അതിലെ പോയിട്ട് പറയാണ്, ഡാ അപ്പനെതിരെ ഒറ്റയ്ക്ക് 5 സ്റ്റാർ മുട്ടായി തിന്നുന്ന ആളാന്ന് പറയും പിടിച്ചു പഠിച്ച് ചവച്ചൊക്കെ തിന്ന്. അപ്പോഴും എന്റെ കടവന്തറേ, പിറ്റേന്ന് രാവിലെ ബാത്റൂമിന്റെ അതിലെ പോയപ്പം എന്റെ ബാത്റൂമിനകത്ത് ഫ്യൂഷൻ നടക്കും. സംഭവിച്ചല്ലോ. അയ്യോ എടാ പരപ്പനങ്ങാടി പടപ്പക്ക പണപ്പരിപ്പട പക്കാട. അയ്യോ യുവന്മാരിടയിൽ വന്ന് എനിക്ക് നാക്കുളുക്കുന്നില്ല ദൈവമേ. മുടി അങ്ങ് വലിച്ച് പിടിക്കളേട്ടാ. ഇവിടെ വേടാ, ഇനി ഞാൻ പറയാൻ പോണ കാര്യം അവൻ അറിഞ്ഞ തീർത്തളയും. എന്റെ പേരെന്തുവാടാ? എന്റെ പേര് അത്രയ്ക്കും വല്ല കോമഡിയാടാ. പടപ്പക്കര പപ്പൻ. നീ പോ പറയാ. ഈ പടപ്പക്കര പപ്പന്റെ തന്തയ്ക്ക് വിളിക്കുന്നതാ. അയ്യോ തന്തയ്ക്ക് വിളിച്ചതല്ല അളിയാ, ഇയാളെ തന്ത മരിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ മൊത്തം കാര്യങ്ങൾ ഞാൻ നോക്കിയില്ലേ. അവസാനം ആ ചിതയ്ക്ക് ചുറ്റും 3 വലം വെച്ചിട്ടാണ് ഞാൻ വന്നത്. അയ്യോ ചിതയ്ക്ക് ചുറ്റുമല്ല വലം വെച്ചത്. ഞാൻ നോക്കിയപ്പോ പട്ടിണി കഞ്ചി കലത്തിന് ചുറ്റും വലം വെച്ചിട്ട് ഒരു കുത്തുപോണിയിൽ കഞ്ഞി എടുത്ത് വെച്ചിട്ട് ഇവൻ ചോദിക്കുക, അളിയ നല്ലൊരു മരണ വീടായിട്ട് മീൻകറി ഒന്നും ഇല്ലെന്ന്. മീൻകറി ഇല്ലാത്ത വാശിക്ക് ഇവൻ ചെയ്തെന്തെന്നറിയോ? 3 ബക്കറ്റ് വെള്ളം കോരി കത്തിക്കൊണ്ടിരുന്ന എന്റെ അച്ഛന്റെ ചിതയിൽ വെച്ചിട്ട് പറയാ, ഇയാളങ്ങനെ കത്തി ഷൈൻ ചെയ്യണ്ടാന്ന്.
ഇവൻ എന്തിനു ചെയ്യണോടാ ഞാൻ? അളിയ, 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 ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്താണ്? എന്താണ് അളിയന്റെ വിഷയം എന്താണെന്ന് പറ. നിന്റെ ചെവിയിൽ കുരുവാടാ. ഇത്ര നേരം പറഞ്ഞാ ശ്രീധരൻ വേണമെന്ന്. ആ ശ്രീധനം എടാ പറ ക്ലീൻ. അളിയ പൈസ ഞാൻ തരാം. ആ. ഇവിടുത്തെ പരിപാടി തീർന്നിട്ട് ആ പേയ്മെന്റ് മേടിച്ച് അതിനൊക്കെ തരും. അയ്യോ 250 രൂപ ഉണക്ക കപ്പയ്ക്ക് വേണ്ടിയല്ല ഞാൻ വന്നത്. 250 രൂപ ഉണക്കക്കപ്പം പണ്ട്. ആ. ഇന്ന് ഞങ്ങൾ 2 സ്റ്റേജിൽ കയറണമെങ്കിലേ 10-25 എണ്ണി കമ്മിറ്റിക്കാർ വെക്കണം. എങ്ങനെ കാല് കുത്തോളൂ. നാട്ടുകാർ അങ്ങനല്ലല്ലോ പറയുന്നത്. എങ്ങനെയാണ്? നിങ്ങൾ സ്റ്റേജിൽ കാല് കുത്തിയ മുട്ടിന്റെ ചിരട്ടടിച്ചു പൊട്ടിക്കുന്നതാണല്ലോ. ആ നീ ഒരു കാര്യം ചെയ്യ്. തൽക്കാലം നീ ഇവിടെ ഫിഗർ ഉണ്ടാക്കി അയ്യോ, അയ്യോ, അത് എടുക്കല്ലേ. പൈസ എന്നിട്ട് നീ ഉണ്ടാക്കി. അളിയ, 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 അളിയ. അല്ല, 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 അല്ല. അളിയ, 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 അളിയ. അല്ല, 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 അല്ല. അളിയ, അടുത്ത 10-ാം തീയതി അതിന്റെ പൈസ ഞാൻ തന്നിരിക്കും. ഏയ്, എനിക്ക് ഇതിന് വിശ്വാസം ഇല്ലടേ. അളി തന്നിരിക്കും. ഓളെ പറയ്. അളിയ അവൻ 10-ാം തീയതി പൈസ തന്നില്ല ഞാൻ തരുവാ. ഉറപ്പാണല്ലേ? എടാ കടവന്തരെ, അടുത്ത 10-ാം തീയതി തന്നില്ലെങ്കിൽ നിന്റെ കട ഞാൻ മന്ത്രയാക്കും. അമ്മയാണോ തരും ആ, ഉറപ്പ്? ഓക്കേ. കറക്റ്റ് തരണം കേട്ടാ. ഇനി അല്പം ലഹരി മധു പാനീയം കുടിക്കട്ടെ. നിന്റെ അളിയന്റെ കുപ്പി ഇരിക്കണ്ട. നൈസാ കുറുവി ചോദിച്ചു നോക്കടാ ഓരോ പെക്ക്. അളിയ എനിക്കൊരു ശീലമുണ്ട്. എന്താടാ? ഈ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ രണ്ടെണ്ണം അടിക്കുന്ന സ്വഭാവമുണ്ട്. എനിക്കൊരു ആഗ്രഹമുണ്ട്. നിനക്ക് 2 തരണമെന്ന്. അറബിക്കടലേ നീ സാക്ഷി അലിയും തീരമേ നീ സാക്ഷി. ഹ്യൂമൻ ഷോ അല്ല, പടക്കരപ്പുഴ പപ്പന്റെ 1 man ഷോ. പടപ്പക്കര പപ്പന്റെ 1 man ഷോയ്ക്ക് ഒരു കൈയടി. പടപ്പക്കര പപ്പ മാത്രമല്ലായിരുന്നു, വേറെ 2 പേരുണ്ടായിരുന്നു. 3 പേര് കലക്കി. നമുക്ക് ബാലച്ചേട്ടന് ഐശ്വര്യമായിട്ട് തുടങ്ങാം അല്ലേ? ബാലച്ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ആദ്യമേ കിഷോറിൽ നിന്ന് തുടങ്ങാം. താങ്കളെ ഞാൻ ഒരു വർഷങ്ങൾ മുമ്പ് കണ്ടപ്പോൾ ചെറിയ ഒരു അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ, നമ്മൾ അന്ന് അവസാനം ഒരു സ്റ്റേജിൽ വെച്ച് പോകുന്നത്. പിന്നെ ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങളായി. ഇപ്പൊ ഞാൻ കാണുമ്പോൾ 5 വർഷമായി. 5 വർഷമായി ആ സ്റ്റേജിലിരുന്നാണ് നിങ്ങൾ ഓപ്പറേഷനിലേക്ക് പോയത്. അതെ. ശരിക്കും പറഞ്ഞു. അതെ, അതെ. ഇപ്പൊ ഞാൻ കാണുമ്പോൾ ഭയങ്കര ശക്തിയോടാണ് ഇവിടെ നിൽക്കുന്നത്. അത് ദൈവത്തിന്റെ ഒരു ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ്. പിന്നെ എനിക്കൊരു ഡൗട്ടിൽ ചോദിക്കാൻ, ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ എത്ര ദിവസം എടുത്തു? സാധാരണഗതിയിൽ 2-3 ദിവസമൊക്കെ എടുക്കും. ഒരു ആർട്ടിസ്റ്റുള്ള നിലയ്ക്ക് ഞാൻ പറയാണ്, ഒരു 2 ദിവസം ഒരു പ്രാവശ്യം പോലും എന്താ പറയുക സ്റ്റക്കാവാതെ ഇത്രയും ബൈ ഹാർട്ടായിട്ട് ടൈമിങ്ങോടെ ഒരു കോമഡി പറയണമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. ഡെഫിനറ്റ്ലി ഒരു ആർട്ടിസ്റ്റിക്ക് അത് ഡെഫിനറ്റ്ലി മനസ്സിലാവും. ഏன்னா ഇപ്പോൾ സ്റ്റേജ് പെർഫോമൻസ് വേറെ, സിനിമ പെർഫോമൻസ് വേറെ. ഈ സ്റ്റേജിൽ ഇത്രയും ഒരു ഫ്ലോയിൽ ഇത്രയും നല്ല ടൈമിങ്ങിൽ ഞങ്ങൾ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യുന്നത് അപ്ലോസ് ചെയ്യും. ബിജു വന്നപ്പോൾ തന്നെ ഈ ഷോയിൽ ഹിറ്റായി. കാരണം എന്താ, ഞാനും വൈറ്റ് നിങ്ങളും വൈറ്റ്. അപ്പോൾ അത്ഭുതമായിരുന്നു, ഭയങ്കര എനർജറ്റിക് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു. ആസം പെർഫോമൻസ്. താങ്ക് യു ബാലച്ചേട്ടാ. എനിക്ക് പറയാനുള്ളത്, മുംബൈയിലെ ധാരാവി പോലൊരു സ്ഥലം ഒരൊറ്റ ദിവസം കൊണ്ട് ഒഴിപ്പിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഇതൊരു പൂ വിറുക്കുന്ന ഉള്ളൊരു സ്കിറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം വലിയ പണിയെടുക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോണ്ടന്റ് ആയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് എനിക്കത് ഫീൽ ചെയ്തത്. കാരണം ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നു, അവിടെ ഒരു പ്രോഗ്രാം നടത്തുന്നു, അവിടേക്കൊരു കള്ളുകുടിയം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ള സ്കിറ്റിൻ്റെ ഒരു ഫ്ലേവറാണത്. അപ്പോൾ അത് നിങ്ങളെടുത്തു. അതിനകത്ത് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തത് കിഷോബായുടെ 1-2 തമാശകളായിരുന്നു. അത് നിങ്ങളിവിടെ ചെയ്തിട്ടുള്ള ഗംഭീര സ്കിറ്റുകൾ വെച്ച് നോക്കുമ്പോൾ ആ റേഞ്ചിലേക്ക് വരുന്ന ഒരു സ്കിറ്റ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം. പക്ഷേ പെർഫോമൻസ് വൈസ് നിങ്ങൾ 3 പേരും നന്നായിരുന്നു, എൻജോയ് ചെയ്തു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. നമുക്ക് വേണ്ടതും പ്രേക്ഷകർക്ക് വേണ്ടതും ഇതിൽ നിന്ന് കിട്ടിയില്ല. സത്യമല്ലേ അത്? അതെ, അതെ. അപ്പോൾ സാരമില്ല. മൊത്തത്തിൽ പൊതുവെ ഇപ്പം ഇവർ പറഞ്ഞ പോലെ കുഴപ്പമില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, അടുത്ത പ്രാവശ്യം നമുക്ക് പിടിക്കാം, നല്ലത് പിടിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഇപ്പം ഷൂട്ട് കഴിഞ്ഞ് കുറച്ചധികം ദിവസങ്ങളുണ്ട്. അപ്പോൾ പോയി ഷുവർ ബൈ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ എടുത്ത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം, ഒക്കെ മാറി നല്ല 2 സാധനമായിട്ട് അടുത്ത പ്രാവശ്യം വന്നിട്ട് കലക്കുന്നു. ഇപ്പോഴത്തെ മാർക്കിങ് വാങ്ങിച്ചാൽ പോകാം അല്ലേ? ഓക്കെ, ആദ്യം ആരാണ്? നസീർക്ക, ഞാൻ കൊടുക്കാം. എത്ര മാർക്ക്? കിഷോറിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു നാക്കൊട്ടുന്ന പോലെയൊക്കെ വന്നു അല്ലേ? അപ്പോൾ ആ വെള്ളം വാങ്ങിച്ച് കുടിക്കാൻ വേണ്ടി ഞാനൊരു 7000 രൂപ. 7000 രൂപ. ശാലൻ ചേട്ടാ? ഞാനൊരു 6 പോയിന്റ് കൊടുക്കും. ഓക്കെ, ടോട്ടല് 13000 രൂപ കിട്ടിയിട്ടുണ്ട്. ബാലചേട്ടൻ്റെ മാർക്സ് ഹിഡൻ ആണ്. ഇവിടോട്ട് അയച്ചേക്കോ? ഓക്കെ, അപ്പോൾ നോക്കി ടോട്ടൽ മാർക്സ് എത്ര നോക്കാം. 25,000 രൂപ. നല്ല മാർക്കാ. ഓക്കെ, അപ്പൊ റെസ്റ്റ് ഒക്കെ എടുത്ത് നല്ല ഉഷാറായിട്ട് അടുത്ത പ്രാവശ്യം വന്ന് നമ്മൾ പൊളിക്കുന്നു. തീർച്ചയായും. ഇത് ഐറ്റം വേറെ. താങ്ക് യു. അടുത്ത സ്കിറ്റ് വിളിക്കട്ടെ? ലെറ്റ്സ് വെൽക്കം രാജേഷ് കൊട്ടാരത്തിൽ
ഹരി ആൻഡ് സുജിത്. വേറെ പാട്ട് ഞാൻ നിർത്തി, വണ്ടി അങ്ങ് നിന്നു. പിന്നെ എന്തിനിരുന്ന് കുലുങ്ങുവാ? ഞാൻ നിങ്ങളോട് രാവിലെ പറഞ്ഞില്ലയോ അവളെയും കൂട്ടിക്കൊണ്ട് ആശുപത്രി പോണേന്ന്? അന്നേരം നിങ്ങൾക്ക് ഓട്ടോയിലേ പോകും. എടാ എന്റെ ഈ തുണി ഇട്ടോണ്ട് വന്നതെന്ന് നിനക്ക് പിടിച്ചിട്ടില്ല. അതാ കണ്ടോ, നിനക്ക് നിന്റെ ഭാര്യ ഇടുന്നത് പോലെ മറ്റേ പട്ടിവാല് ഇട്ടോണ്ട് വന്നായിരുന്നു നീ, നിനക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടനേമായിരുന്നു. പട്ടിവാലല്ല, പാട്ടിയാല. എന്തോ വാഴയിലാന്ന്. അമ്മൂമ്മ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്തുവാ? അമ്മൂമ്മക്ക് എന്റെ ഭാര്യയോട് ഇത്ര ദേഷ്യം എന്തുവാ? നീ ഗൾഫിലായിരുന്ന സമയത്ത് ഇവിടെ കട്ടപ്പന ഒരു അപ്പച്ചി ഉണ്ടായിരുന്നു. അവര് മരിച്ചപ്പോ എന്നെ എവിടെ കൊണ്ടുപോയി. എടാ ഇവരുടെ വായില് പച്ചരിയും കരിക്കും വെള്ളവും വെച്ചു കൊടുത്ത സമയത്ത് ഞാൻ അവിടെ വായും തുറന്നിരിക്കുവാ. ഇവളെന്നെ വായി വെച്ച് തന്നോ? അമ്മൂമ്മ അത് വായ്ക്കരി ഇട്ടതാ. അതെന്താ എന്റെ വായിലോട്ട് ഇറങ്ങത്തില്ലയോ എന്നായി ചോദിക്കുന്നത്? അത് തന്നെയല്ല, ഇന്നലെ രാത്രി നീ കിടന്ന് ഉറക്കുമായിരുന്നു. ഞാനാണെങ്കിൽ എനിക്ക് പനി കൂടിയപ്പോ ഇവൾ എന്നോട് പറയാ പാസ്ട്ര മോള് കഴിച്ചാ മതിയെന്ന്. എടാ എനിക്ക് പനി കൂടിയാ പാസ്ട്ര മോള് കഴിച്ചു കഴിഞ്ഞാൽ എന്റെ പനി അങ്ങനെ മാറും. പാരസെറ്റാമോള്. ഒരു കാര്യം കൂടെ, ഒരു കുറ്റം കൂടെ ഞാൻ പറയാനുണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാനങ്ങ് സമാധാനിപ്പിക്കാം. ഇവിടെ എന്തോ കടലയോ കപ്പലണ്ടി ഏതാണ്ട് വറക്കുന്ന ഒരു ആങ്ങളെ ഉണ്ടല്ലോ, അവനിപ്പോ എവിടാ? അവന് കോട്ടയത്ത് പോയി കെട്ടി അവിടെ ആ കിടപ്പ്. കെട്ടി കിടക്കാൻ എന്തോ മഴവെള്ളമാണ്. അമ്മ അങ്ങോട്ട് പോയി അവിടെ പോയി ഈ കലക്കെ പോയി എന്തോ ചെയ്യുമെന്ന് പറ. ഇവരങ്ങോട്ട് രാവിലെ നീ എന്തോ കിടന്ന് തപ്പുവാ? എണ്ണ തീർന്നു. എടാ നിന്റെ കൂടെ ഒരു വഴിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കറിയാൻ ഇത് സംഭവിക്കുമെന്ന്. അതിന് ഞാൻ കരുതി കൂട്ടി തന്നെയാ വന്നിരിക്കുന്നത്. ഇനി വാ. നീ എന്നെ മോശക്കാരിയാക്കുവന്നോ? ഇതെന്തുവാ? അത് മൊത്തം ഒഴിക്കരുത്, എന്റെ കാലത്തേക്കുന്നത്. 2 തുള്ളി ഒഴിച്ചിട്ട് ബാക്കി ഇനി തരാം. ഇതല്ല, പിന്നെ പെട്രോൾ ഒഴിക്കണം ഈ വണ്ടി. അതെന്റെ കയ്യിലില്ല. അയ്യോ, ഒരു കുപ്പി വേണമല്ല? അത് ശരി, വണ്ടി കേടായി ഇവിടെ കിടക്കുമ്പോ അവന് കുപ്പി വേണം. ആ കുപ്പി അല്ല, പെട്രോൾ മേടിക്കാൻ ഒരു കാലി കുപ്പി വേണം. അത് ഞാൻ കൊണ്ട് തരണോന്ന് ആ ചോദ്യം? ഞാൻ പോയി എടുത്തോളാം. മനസ്സിലായോ? ഇവിടെ അടങ്ങിയിരിക്കണം കേട്ടാ. അതെന്താ അപ്പുവാ കിടന്നു? ഫോണൊന്നും ഇല്ലല്ലോ കൈ. എടാ പണ്ടെങ്ങാണ്ടൊരു സംഭവം നടന്നു. അത് നടന്നു. അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നാട്ടുകാരും പറഞ്ഞ് വീട്ടുകാരും പറഞ്ഞ് അത് സോൾവ് ചെയ്തതാ. വീണ്ടും ഇവൻ കുത്തിപ്പൊക്കിക്കൊണ്ട് വരേണ്ട കാര്യമുണ്ടോ? എന്ത് വലയോടോട്ടൊന്ന് കിടക്കാം, എന്റെ നടു തീരെ വയ്യ. ഇത് കുഴപ്പമില്ല. മാസം വന്നു ചേർന്നാൽ പാനുമാതേ ഞാൻ സ്വന്തമാക്കും. ചിങ്ങമാസം പാനുമതിയില്ലേ കിടക്കുന്നത്? മീശമാധവൻ സിനിമ കണ്ടപ്പോഴേ ഞാൻ ആഗ്രഹിച്ച അവൾ ഇളി കിടക്കുന്ന കറുത്ത ചരട് കട്ട് ചെയ്യണമെന്ന്. ആരാ? ഞാൻ അടിയേ. പൊടിയും കൊച്ചാട്ടനോ? ഞാൻ ഓർത്ത് ഒച്ച അഴഞ്ഞു പോവായിരിക്കും. എന്തുവാ? മീശമാധവൻ സിനിമ കണ്ടപ്പോഴേ ഞാൻ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ദിലീപേ ഈ കാവ്യമതി ഇളി കിടക്കുന്നേ അരിഞ്ഞാളും കടിച്ചെടുക്കത്തില്ലയോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? അതുപോലെ എനിക്ക് നിന്റെ ഇളി കിടക്കുന്ന കറുത്ത ചരട് കടിച്ചെടുക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തോ ആഗ്രഹങ്ങളൊക്കെ ഈ വയസ്സാം കാലത്ത്. എന്റെ ആഗ്രഹമല്ലേ ഒന്ന് സാധിച്ചതാടി. തരാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. കൊച്ചുമോന് പെട്രോളോ മണ്ണെണ്ണ ഏതാണ്ട് വാങ്ങിക്കാൻ പോയിരിക്കുക. അവൻ വരുന്നതിന് മുമ്പ് ഇത് ചെയ്തോണം. വേറൊരു കാര്യമുണ്ട്. അവനെ ഇവിടെ ഇങ്ങനെ തേക്കത്തില്ലയോ ഇങ്ങനെ മയിൽപ്പീലി വെച്ച് മാധവന്റെ ആ സിനിമയ്ക്കകത്ത് അത് കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ അറിഞ്ഞോ നീ ഇപ്പൊ ഈ വഴി വന്ന് കിടപ്പുണ്ടെന്നോ? അത് കൊള്ളാം. ഒരു കാര്യം ചെയ്, ഞാൻ ചേമ്പല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ചെയ്തു. അവൻ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് ചെയ്യണം കേട്ടോ. അവൻ വന്നു കഴിഞ്ഞാൽ ഒരു പരിപാടിയും നടക്കത്തില്ല. ഈ പല്ല് വെച്ച് കറക്കി മുച്ചാൻ പറ്റത്തില്ലല്ലോടിയെ. വാൻ തുറന്നേ. കൊള്ളാം. ഇത് വെച്ചാണോ കടിച്ചു പൊട്ടിക്കുന്നത്? വണ്ടിക്കകത്ത് വല്ലതും പിച്ചാത്തി ഉണ്ടോ? ആ വണ്ടിക്കകത്ത് വല്ലതും അവന്റെ പിച്ചാത്തി എന്തെങ്കിലും കാണും. ഇടത്തും വലത്തും ഒന്ന് നോക്കിക്കോണം. അവൻ വരുന്നുണ്ടോ ഒന്ന് നോക്കിക്കോണേ. കിട്ടി. ഞാൻ ചേമ്പല വെച്ചേ. ഞാൻ കണ്ണടച്ച് കിടക്കാമേ. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, അങ്ങ് സാധിച്ചതങ്ങ്. അയ്യോ, തീർന്നോ? കഴിഞ്ഞു. നീ എഴുന്നേക്കാമേ. എഴുന്നേറ്റോടിയേ. അയ്യോ, എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതിങ്ങനെ ചെയ്യണോ. ആണോ? സെയിം പിച്ച്. ചെയ്യിപ്പിച്ചാന്നോ? എന്റെ തൊലി പിടിച്ച് വലിക്കരുത്.
റബ്ബർ വാങ്ങി വന്ന് അടിക്കുന്നവന്റെ കൂട്ടം അടിക്കുന്നത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. എന്താ വേദനയാണെന്നറിയാമോ കൊച്ചാട്ടാ? ആകെപ്പാടെ വിഷയമായിരിക്കുക. എന്തോടി നിങ്ങളെ ഫോട്ടോ എടുത്ത് അയക്കുന്ന കാര്യം. ഓ അതോ അതെന്തോ വരുന്നടി? ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോ എടുത്ത് വീട്ടിൽ അയക്കരുത്. അത് പിടിക്കപ്പെട്ടു. അന്ന് തൊട്ടാ നിങ്ങളുടെ വിളി മുടങ്ങിയത്. ഏത് ഫോട്ടോ ആയിരുന്നു അത്? തറേ ഫോൺ വെച്ചിട്ട് അലക്ക് കല്ലേ ഇരുന്നോണ്ട് ഫോട്ടോ എടുത്ത് എനിക്ക് അയക്കരുതെന്ന് പറഞ്ഞില്ലേ? എല്ലാരും കണ്ടോ അത്? എല്ലാം കണ്ടു പോലും. എല്ലാരും കണ്ടു. അതല്ലേ അത്രയും വിഷയമായത്. ദൈവമേ, ഞാൻ ഇനി ആ പിള്ളേരുടെ മുഖത്ത് എങ്ങനെ നോക്കും അത്? ഞാൻ ആ ഫോട്ടോയിൽ ഒന്നേ നോക്കിയുള്ളൂ. അറിയാമോ? നീ വന്നേ അടുത്ത. എനിക്ക് അങ്ങോട്ട് വരാൻ വയ്യ. കാലിന് ഭയങ്കര വേദനയായി. കാല് അനക്കാൻ പറ്റത്തില്ല. എൻ്റെ പൊടിയൻസേ. എന്നാടി എൻ്റെ പൊടിയൻസിന്റെ ഈ മുത്തുമണി ഉറങ്ങിയിട്ട് അത്ര നാളായെന്ന് അറിയാമോ? എനിക്കറിയാടി. എന്നെ കാണാത്ത വിഷമം കൊണ്ടില്ല നീ ഉറങ്ങാത്തത്. ഓ എന്റെ നടുവേദന കൊണ്ട് ഞാൻ ഉറങ്ങായിരുന്നത്. ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ നടുവേദനയ്ക്ക് ബെൽറ്റ് ഇടണമെന്ന്? അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ പട്ടിയുടെ കഴുത്തെ ബെൽറ്റ് ഇട്ടിരിക്കുന്നത് പെടലിക്കുന്ന വേദന കൊണ്ടാണോ? ഇതിന് ഒരു മാറ്റവും ഇല്ലല്ലോ എന്റെ ദൈവം. ഒരു മാറ്റവും ഇല്ല. അയ്യോ പൊടിയും കൊച്ചാട്ടാ, നിങ്ങളിത് എന്തുവാ കാണിച്ചത്? എന്തോടി? എന്റെ പാവാടയുടെ വള്ളിയാണോ നിങ്ങൾ മുറിച്ചെടുത്തത്? അയ്യോ അതും കട്ട് ചെയ്തോ? ഇനിയിപ്പോ എന്താ ചെയ്യും? അവനിപ്പം വരും. വന്നു കണ്ടാൽ അകപ്പാടെ എല്ലാ വിഷയമാവും. ഞാൻ വള്ളി റെഡിയാക്കി തരും പെട്ടെന്നാട്ടെ. എനിക്ക് നീ അവന്റെ അടിയങ്ങളൊന്നും എനിക്ക് വയ്യ. എന്തോ കാലക്കേടാന്ന് നോക്കാം. ഓരോരോ എന്റെ അമ്മൂമ്മ ആരാ ചാക്കിലിട്ടോണ്ട് പോന്നേ? അമ്മൂമ്മേ, അവൻ വന്നിട്ടുണ്ടോ? ഒളിച്ചോ? അയ്യോ കത്തിക്കും. കത്തിക്കരുത്. ഇന്ന് കത്തിക്കും. ഇവിടെ വണ്ടി കത്തിക്കരുതാ പറഞ്ഞേ. നിന്റെ ഉപജീവന മാർഗമായത്. ആ എന്റെ ഓട്ടോ കത്തിക്കുന്ന കാര്യമല്ല പറഞ്ഞു. പിന്നെ എന്തുവാ? രണ്ടിനെ ഞാൻ മരത്തെ കെട്ടി വെച്ച് ഇന്ന് ഞാൻ തീ കൊടുക്കും. ഞാൻ പറയട്ടെ. എന്തായാലും ഇത്രയൊക്കെ ആയി. ഞായറാഴ്ച വീട്ടിൽ കാണൂടാ. എന്തിനാ? എന്റെ ഒരു 10 കാരണവന്മാരെ അങ്ങോട്ടൊന്ന് പറഞ്ഞുവിടണം ഈ കൊച്ചിനെ ചോദിക്കാൻ. കുഴിമാടത്തിന്നാണോ? ഈ പ്രായമുള്ളവരോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേര് നീ ഉണ്ടാക്കി വെക്കരുത്. പറഞ്ഞ കേട്ടല്ലോ. ഉണ്ടായിരുന്നേ കൊച്ചാട്ടാ, നിങ്ങൾക്ക് 2 ആമക്കളില്ലയോ? അതെ. അവന്മാർക്ക് വഴി കൊടുന്ന് ഇറങ്ങി നടക്കണ്ടേ? വേസ്റ്റ്. ഇളയ ചടക്കം കാരണം എനിക്ക് പുറത്തോട്ട് ഇറങ്ങി നടക്കാൻ. അവനെന്തോ ചെയ്തു? അവൻ എന്തോ ചെയ്യുന്നു? നേരം വെളുത്തു കഴിഞ്ഞാൽ വെള്ളവും കഞ്ചാവും ഓടിച്ച് റോഡിലെല്ലാം കിടന്ന് വഴക്കുണ്ടാക്കി. ഇപ്പൊ നാട്ടുകാരുടെ മുഖത്ത് എനിക്ക് നോക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെ മൂത്തവൻ എന്ത്? മൂത്തവനല്ലേ കഴിഞ്ഞ ആഴ്ച വീട് കത്തിച്ചിട്ട് എടുത്ത് കിണറ്റി ചാടി. അതെന്തിനാ? ഫയർഫോഴ്സുകാർ വരുമ്പോൾ ഈ തീ അണയ്ക്കാനൊക്കെ ഉണ്ട്. അന്നേരം അവനെ കിണറ്റി നിങ്ങൾ രക്ഷിക്കട്ടെ എന്ന്. എന്റെ പൊന്നോ, അത് ഞാൻ വേറെ പരിപാടി കാണിച്ചില്ലയോ? എന്റെ കാലെ കയറി കെട്ടിട്ടുണ്ടല്ലോ. ഞാൻ തലകീഴായിട്ട് മാവണത് കെട്ടിയിട്ട് അവൻ ഊട്ടി പോയേക്കുന്നു. രാത്രി ആയപ്പോ ഒരു വവ്വാൽ വന്ന് അതിൽ കയറി അങ്ങ് തൂങ്ങി. എന്നിട്ട് വവ്വാൽ എന്റെ അടുത്ത് ചോദിക്കുക, ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ, ഈ മാവിൽ ആദ്യമായിട്ടാണോ? എന്നിട്ട് മാവി തൂങ്ങി കിടന്നോണ്ടേ ചപ്പിയ പേരയ്ക്ക എന്റെ നീര് നീട്ടുവോ വേണോന്ന്. വരും. നീ എപ്പ വിളിച്ചാലും ഞാൻ വരും. ഈ വവ്വാല് കടിച്ചത് തിന്നു കഴിഞ്ഞാൽ നിപ്പാന്ന് പറഞ്ഞ പനി വരുമെന്ന്. അയ്യോ അമ്മൂമ്മേ, കേറിക്കോ, വണ്ടിയെ കേറിക്കോ. ഞാൻ വരുന്നില്ല. ഞാൻ ഈ മനുഷ്യന്റെ കൂടെ പോകത്തുള്ളൂ. വണ്ടിയെ കയറാനാ. അവളെ കൊണ്ടുപോകരുത്. നിനക്ക് അവളെ കൊണ്ടുപോകണമെങ്കിൽ എന്നെ നെഞ്ചത്ത് ചവിട്ടിട്ട് നിനക്ക് അവളെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, പൊടിയും വെച്ചാട്ടാ. അയ്യോ കൊള്ളാം. എന്തോ പറ്റി? എല്ലാം മനസ്സിലായോ? ഇയാളെ ദേഹത്ത് തന്നെ തന്നെത്താൻ അടിച്ച് ചത്ത് കിടക്കുക. പൊടിയും വെച്ചാട്ടാ, പൊടിയും വെച്ചാട്ടോ, പൊടിയും വെച്ചാട്ടാ. അമ്മൂമ്മയുടെയും പൊടിയും കൊച്ചാട്ടന്റെയും 2ാം വരവ് കലക്കി അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിന്റെ തുടക്കം നല്ല രസമായിരുന്നു കേട്ടോ. നല്ല പഞ്ചായിരുന്നു തുടക്കം. ആ ഓട്ടോയിൽ വന്ന് പെട്രോൾ വാങ്ങിക്കാൻ പോകുന്നിടം വരെയും നല്ല രസമായിരുന്നു. കുഴപ്പമില്ലാത്തൊരു സംഭവമായിരുന്നു. ഓക്കെ, താങ്ക് യു നസീർക്ക. നല്ല സ്കിറ്റായിരുന്നു. നിങ്ങൾ നല്ലൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടാണ് വന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളത് ഇന്ന് എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യത്തിലാണ് നിങ്ങൾക്ക് എവിടെയൊക്കെയോ പിഴവ് സംഭവിച്ചത്. എനിക്ക് പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഒരു 3-4 തവണ ഇവരെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് എടുക്കേണ്ടി വന്നത്. ഇവർ സാധാരണ അങ്ങനെയുള്ള ടീമുകളല്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ കമൻസ് ഇങ്ങനെ പോകുന്നത്. ഇപ്പം നമ്മൾ ഇതിനിടയ്ക്ക് വന്നിരിക്കുന്ന ലാഗും നിങ്ങൾ തെറ്റിച്ച എല്ലാം നമ്മുടെ എഡിറ്റ് ചെയ്യുന്ന ആളതെല്ലാം കട്ട് ചെയ്തിട്ട് വളരെ ക്രിസ്പായിട്ടുള്ളൊരു ഉഗ്ര സാധനമായിരിക്കും. നല്ല ലെഡ് പോലിരിക്കുന്ന ഒരു ഐറ്റം ആയിരിക്കും നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന സ്കിറ്റിനാണ് നമ്മളിവിടെ മാർക്ക് ഇടുന്നത്. നമുക്കൊരിക്കലും എഡിറ്റിൽ ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് വിചാരിച്ച് ഇവിടെ ഇരുന്ന് മാർക്ക് ഇടാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഇവിടെ ഇരുന്ന് കാണുന്ന സ്കിറ്റ് എന്താണോ അതിനൊരു മാർക്കാണ് നമ്മൾ ഇവിടെ ഇരുന്ന് തരുന്നത്. പിന്നെ ഇന്നത്തെ നിങ്ങളുടെ ഈ ഒരു പെർഫോമൻസിനെ കുറിച്ച് നിങ്ങളുടെ പതിവ് പോലെ തന്നെ കുറേ നല്ല നല്ല തമാശകൾ
ഇന്നത്തെ ഈ സ്കിറ്റിനകത്തുണ്ടായിരുന്നു. അത് എടുത്തു പറയണം. കാരണം നിങ്ങൾ ഒരു സ്കിറ്റിന് വേണ്ടിയിട്ട് നന്നായിട്ട് ജോലി ചെയ്യുന്നവരാണ്. നിങ്ങൾ നല്ല പുതിയ തമാശകൾ ഉണ്ടാക്കണം, നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് നല്ലൊരു കൈഡ് തന്നേ പറ്റുള്ളൂ. നല്ല ഉഗ്രൻ തമാശകളൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനേട്ടാ. ബാലചേട്ടാ, നിങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഞങ്ങൾ പറയുന്നതെക്കാളും നിങ്ങൾക്ക് ഒരു ജഡ്ജ്മെൻറ്റ് വരണമെങ്കിൽ, അവിടെ പെർഫോം ചെയ്യുമ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ് തരണമെങ്കിൽ ശരിക്കും യഥാർത്ഥത്തിൽ ഇവർ ചിരിക്കുന്നതും കൈയടിക്കുന്നതും ശ്രദ്ധിച്ചാൽ മതി. ഇവർ ഭയങ്കരമായിട്ട് ചിരിക്കുവാണെങ്കിൽ കൈയടിക്കുവാണെങ്കിൽ നമുക്കുള്ളേ ഒരു എനർജി ലെവൽ കൂടും. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ പെർഫോമൻസ് എവിടെയാണ് പോയതെന്ന്. സ്റ്റാർട്ടിങ്ങിൽ ഹരി നല്ല ഹൈപ്പിലായിരുന്നു. പക്ഷേ നിങ്ങൾ രണ്ടുപേരും വന്നപ്പോൾ രാജേഷ് അവർക്ക് அந்த காம்பினேஷன் പുള്ളിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കോമഡി എന്ന് പറയുമ്പോൾ നിങ്ങൾ കറക്റ്റ് ടൈമിൽ കൊടുത്താൽ എനിക്ക് കൗണ്ടർ കൊടുക്കാൻ முடியும். அந்த ടൈമിംഗ് മിസ് ആണെങ്കിൽ എൻ്റെ കൗണ്ടറും തെറ്റിപ്പോവും. ഇതെല്ലാം പറയുന്നത് നിങ്ങളുടെ ഇനി മുൻപോട്ടുള്ള സ്കിറ്റിന് നിങ്ങൾ കൂടുതൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെ അതെ, സ്കിറ്റ് ഉഗ്രനാണ്. സത്യം കേട്ടോ. ബാലചേട്ടാ, ഐശ്വര്യമായിട്ട് ഉൾപ്പാവാടക്ക് മാർക്ക് കൊടുന്ന ഞാനൊരു 8 മാർക്ക് തരാം. 8000 രൂപ. നസീർക്ക, ഞാൻ ഒരു വള്ളി ഇല്ലാത്ത പാവാട വാങ്ങിക്കാൻ വേണ്ടി ഒരു 7000 രൂപ ഇങ്ങോട്ട് തരിക. ഓക്കെ, അപ്പൊ ടോട്ടൽ 15000 രൂപ ആയിട്ടുണ്ട്. ദൂരം പാവാട വാങ്ങിക്കും. 25000 രൂപ ഉഷാറാക്കി പുതിയ പുതിയ തമാശകളും പുതിയ പുതിയ ഐഡിയകളൊക്കെ ആയിട്ട് വാ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടൈം കാണാം. മുമ്പേ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമ്മൾ പുതിയ പുതിയ സ്കിറ്റുകൾ കണ്ടെത്താൻ, പുതിയ പുതിയ വിഷയങ്ങൾ കണ്ടെത്താൻ, നിങ്ങളെ ചിരിപ്പിക്കാൻ നമ്മളുടെ ടീമുകൾ പല പല മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. ഒരാൾ പോയി 2 പേരെ വിളിച്ചോണ്ട് വരുന്ന പുതിയ ടീമിലേക്ക്. ഇത് 2 ടീമിൽ നിന്ന് അവിടെ നിന്നൊക്കെ പിച്ചിപ്പറിച്ച് അവര് വേറൊരു ടീമായിട്ട് വരുവാണ്. ഓക്കെ, ലെറ്റ്സ് വെൽക്കം അനിരുദ്ധ്, ആരാധ്യ, ദേവി ലക്ഷ്മി. അതെ, എന്നെ ഇവിടെ ഒഴിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ആരെ കൊണ്ടുവരാനാണ് പ്ലാൻ? അതല്ലടി, നെഗറ്റീവ് എനർജിയോടെ ഒഴിയാൻ പറഞ്ഞതാ. തട്ടുകയാണ് ഞാൻ വേണം നിങ്ങളടുത്ത് ഇങ്ങനെ ഇങ്ങനെ കാണിക്കാൻ. നിങ്ങളാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ നെഗറ്റീവ് എനർജി, കേട്ടല്ലേ? ഞാനോ? അല്ല പിന്നെ വേറെ ആര്? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്തരാണ് നിങ്ങളെ ഉദ്ദേശം? രാവിലെ എന്തെങ്കിലും കഴിക്കണം, അതിനുശേഷം ഉച്ചപൂജയ്ക്ക് കയറണം. ഉച്ചപൂജ മാത്രമാക്കണ്ട, ദീപാരാധനയും അത്താഴപൂജയും ഒക്കെ കഴിഞ്ഞ് ശാന്തി ഇറങ്ങിയാൽ മതി. അതെ, 3 നേരം പൂജ നടത്തിയത് അമ്പലമല്ല, നമ്മളെ വീടാണ്. വീടൊരു ദേവാലയമാണെന്ന് കവികൾ വരെ പാടിയിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ തനിക്ക് വേണ്ടി ഞാൻ ഈ ദേവാലയത്തിൽ ഒരു പൂജ നടത്തും. എന്ത് പൂജ? എന്റെ 16 അടിയന്തര പൂജ. ഇന്നെന്താടി കഴിക്കാനുള്ള? കുറച്ച് അരളിപ്പൂരിപ്പുണ്ട്, എടുക്കട്ടെ. അപ്പൊ നിനക്കെന്നെ കൊല്ലാനുള്ള പരിപാടിയാണല്ലേടി? ആണെങ്കിൽ ആണെന്ന് അങ്ങ് കൂട്ടിക്കോ, പിന്നല്ലാതെ. ഇവിടുന്ന് സൗണ്ട്. ആയി, നല്ല ചുട്ട കോയിന്റെ മണം. അത് ചുട്ട കോഴിയുടെ മണം അല്ലടി, എന്റെ പിന്നാമ്പുറം പൊള്ളിയേക്കാണ്. കണക്കായി പോയി. ഒരു പണിക്കും പോവാതെ അവളെ ചൊറിയം കുത്തിയിരിക്കണം. എന്നെ ദൈവം തന്ന ശിക്ഷയാണ്. ഇനി ഇരിക്കൂലല്ലോ. എന്താടാ? എന്നാടാ, പനിയാണോ? പനിയല്ല, നല്ല പണിയാ കിട്ടിയേക്കുന്നേ. വിളിച്ച കാര്യം പറ. നമ്മളെ കുട്ടേട്ടന്റെ വീട് പണി നടക്കണ്, അപ്പൊ മണൽ വന്ന് കൊണ്ടുവന്നേക്കണേ, അതിറക്കാൻ വേണ്ടി വിളിച്ചേ. രാവിലെ കഴിച്ചതുപോലെ ഇറക്കാൻ പറ്റുന്നില്ല, എന്നിട്ടാ മണലിറക്കാൻ വിളിക്കുന്നേ. കറക്റ്റ് സിറ്റുവേഷൻ. സുജേ, നിനക്ക് ഈടായിട്ട് തീരെ ഈശ്വര വിശ്വാസം ഞാൻ കാണുന്നില്ല. ഇങ്ങോട്ട് വാ, ഞാനൊരു ചരട് ജപിച്ച് കെട്ടിത്തരാം. ആ ചരട് വെച്ച് നിങ്ങളെ ഞാൻ അവിടെ കെട്ടിയിടും. മര്യാദക്കിരുന്നോളൂ അവിടെ. ഇനി പണിക്ക് പോകുന്ന കാര്യം മിണ്ടിപ്പോകരുത്. ഇതുണങ്ങാൻ ഇനി കുറച്ച് ദിവസം എടുക്കൂ. ഇതുണങ്ങിയാലും നിങ്ങൾ പണിക്ക് പോകില്ലെന്ന് എനിക്കറിഞ്ഞൂടെ? അതുകൊണ്ടാണ് ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറിനെ വിളിച്ചത്. കൺഗ്രാറ്റുലേഷൻസ്, ഞാനൊരു അച്ഛനാവാൻ പോവുകയാണ്. ഞാനൊരു ഓർത്തോ ഡോക്ടറിനെയാണ് വിളിച്ചത്. ഓർക്കാണ് പിന്നെ എന്തിനാടി ഡോക്ടറെ വിളിക്കണേ? എന്തരായിരുന്നത്? സൈക്കോ സൈക്കോ സൈക്കോയാ? അയ്യോ, സൈക്കോ സൈക്കാട്രിസ്റ്റ്. ഇംഗ്ലീഷ് പറഞ്ഞതാ, മനസ്സിലായില്ല? മനസ്സിലായില്ല. ഞാനായിരുന്നു, മനസ്സിലായോ? ഇല്ല. ഞാനാണ് ഡോക്ടർ താലോലൻ. താലോലനോ? ഓ, ഞാൻ എന്റെ രോഗികളെ എല്ലാരും താലോലിച്ചാണ് ചികിത്സ ചെയ്യണത്. അതാണ് എനിക്ക് താലോലൻ എന്ന് പേര്.
ആരാ ഈ പേരിട്ട ഡോക്ടറെ? ആ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ പേഷ്യന്റ്? അല്ല, ഞാനല്ല, ഇതാണ് പേഷ്യന്റ്. ഇതാണ് പേഷ്യന്റ്. വാ, വാ. എന്താണ് അസുഖം? മടിയാണ് ഡോക്ടറെ. മറവിയല്ല ഡോക്ടറെ, മടി. ആ മടി. എടോ എന്റെ പേരെന്നാടോ? ശാന്തൻ. ശാന്തൻ. ശാന്തന് മടിയാണല്ലേ? ആണ് ഡോക്ടറെ. എന്തിനാണ് മടി? ഇരിക്കാനാണോ മടി? അല്ല. കിടക്കാനാണോ മടി? അല്ല. കുത്തിയിരിക്കാനാണോ മടി? അല്ല. പുസ്തകം വായിക്കാനാണോ മടി? അല്ല. പിന്നെ എന്തിനാ നിനക്ക് മടി? പണിക്ക് പോകാനാണ് സാറേ മടി. ഓ കള്ളച്ചോറ് തിന്ന് ശീലം. അങ്ങനെയും പറയാ. കുഴപ്പമില്ല, അതിനല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നേ. സെറ്റാക്കി തരാം. നമ്മൾ മടിയുടെ കാര്യമല്ലേ പറഞ്ഞ്. സൈക്കാട്രിയിൽ മടി എന്ന് വെച്ചാൽ സൈക്കാട്രിയിൽ ഫോണിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് നമുക്ക് ഫോൺ ഇപ്പൊ വേണ്ട. സൈക്കാട്രിയിൽ മടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറവി പോലെ തന്നെ ചെരിപ്പൂതിരട്ടെ, മറവി പോലെ തന്നെ നമ്മെ പിടികൂട്ടാൻ സാധിക്കുന്നു എന്നാണ് മടി. മടിയെ പറ്റി പറയുകയാണെങ്കിൽ മടി പലതര. എടോ എടോ തനിക്ക് എന്നാണോ? തനിക്ക് കേൾക്കാൻ വേണ്ടിയല്ലോ എടോ ഞാൻ ഇങ്ങനെയൊക്കെ പറയണത്. ഞാൻ പറയണൊന്നും ഇയാൾക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഡോക്ടറല്ലേ, സർക്കസിലെ കൊരങ്ങ. സർക്കസിലെ കൊരങ്ങ്. ഡോക്ടർ. അപ്പൊ നമ്മൾ എന്തായിരുന്നു പറഞ്ഞു തന്നത്? മടി. മടി. അതെ, എന്താണ് പേരെന്നായിരുന്നു? ശാന്തൻ. ഈ പേരൊന്ന് മാറ്റിയിട്ടേ ഭക്തവത്സലൻ എന്നാക്കാൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡോക്ടറെ. ഡോക്ടറെ, ഡോക്ടർ ഇത് കേട്ടല്ലേ? അതാണ് ഇവിടത്തെ അവസ്ഥ. ഞാൻ എങ്ങനെ ഈ ജന്മത്തിനെ മാറ്റിയെടുക്കും? എനിക്കറിഞ്ഞൂടാ. അതല്ല, ഇദ്ദേഹത്തിന്റെ ബോധ മനസ്സിനെയും അബോധ മനസ്സിനെയും നമുക്ക് ഉണർത്തേണ്ടി വരും. എന്നിട്ട് അതിലൂടെ സഞ്ചരിക്കണം. കാരണങ്ങൾ തേടി അറിയേണ്ടി വരും, ഒരു ഭ്രാന്തനെ പോലും. ഡോക്ടർ ഏത് കിറക്കുള്ള വഴി കൂടാലും എനിക്കൊരു പ്രശ്നവുമില്ല. എന്റെ ഭർത്താവ് ഒന്ന് പണിക്ക് പോയി കിട്ടിയാ മതി. എന്താ ശാന്ത പണിക്ക് പോവാത്തത്? ഇത്രയും പ്രായമൊക്കെ ആയില്ലയോ? ഡോക്ടറെ, ഈ ലോകത്ത് നാം എല്ലാം തുല്യരാണ്. അപ്പോൾ പ്രതിഫലത്തിനായി ജോലി ചെയ്യുന്നത് തെറ്റല്ലേ ഡോക്ടറെ? നടക്കണ്. അതെ, ഇങ്ങർക്ക് എന്നായിരുന്നു പണി? KSRTC താൽക്കാലിക ജീവനക്കാരനായിട്ടായിരുന്നു. ഓഹോ, ഇപ്പോഴാണ് മനസ്സിലായേട്ടാ. അതെ, എനിക്ക് ദൈവത്തെ ഉൾക്കൊള്ളാനുള്ള നേരമായിരിക്കുന്നു. ഫോൺ എടുത്തില്ല. പോണു പോയി ഉൾക്കൊണ്ടിരുന്നോ ഡോക്ടറെ? ഡോക്ടർ ഇതൊക്കെ കണ്ടിട്ട് എന്തൊരു തോന്നണ്? ഒന്ന് ഇറക്കേണ്ടി വരും. അതല്ലെന്ന് അദ്ദേഹത്തെ ഒന്ന് ഉറക്കേണ്ടി വരൂന്ന്. ഡോക്ടറെ, ഡോക്ടർ എന്തൊക്കെ ചെയ്ത് ഉറക്കിയാലും അയാൾ ഉറങ്ങൂല കേട്ടാ. കാരണമേ അയാൾ കൂടുതലും പോയിരിക്കണ നൈറ്റ് ഡ്യൂട്ടിയാണ്. എന്നാ പിന്നെ നമുക്ക് ഇവിടെ കിടന്നുറങ്ങാം. അതല്ല, ഹിപ്നോട്ടിസം ചെയ്തുറക്കുന്ന കാര്യമാണ് ഈ ഞാൻ പറഞ്ഞത്. അതൊക്കെ പോട്ട് ഭാര്യ എങ്ങനെയാണോ ഭർത്താവിന് ഉറക്കണത് കാണിച്ചു തരട്ടാ. ഈ ഭാഷ ഭാര്യയാണ് സാറേ ഉറക്കണത്. പെട്ടെന്ന് ഉറങ്ങും കേട്ടാ. ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ പരിസരത്തുള്ള ആരും ഉറങ്ങത്തില്ലല്ലേ? ഓ ഇല്ല, പറഞ്ഞു. ഡോക്ടർ എന്തൊക്കെ ചെയ്ത് ഉറക്കിയാലും ഉണ്ടല്ലേ, സ്വപ്നത്തിലെങ്ങാലും അയാൾ ഹെയർ പിൻ വളവ് കണ്ടോ ഒപ്പച്ചാടി എണിക്കും. ഇതൊരു പ്രത്യേകതരം മാനസിക വിഭ്രാന്തിയാണ്. സൈക്കാട്രിയിൽ ഇതിനെ ഡ്യുവൽ പേഴ്സണാലിറ്റി അഥവാ ദ്വന്ദ്വ വ്യക്തിത്വം എന്നൊക്കെ പറയും. ഡോക്ടറെ, ഇയാളെ ഈ ഒരു അസുഖം കാരണം എനിക്കിപ്പോ എന്റെ തലയിൽ ഹെയർ പിൻ കുത്താൻ പറ്റാത്ത അവസ്ഥയായി. എങ്ങാലും ഞാൻ കുത്തിയ അപ്പ വെട്ടിച്ചിട്ടിട്ട് പോയി കളയും. ശാന്തന്റെ ജോലിക്കിടയിലുണ്ടായ ഒരു ആക്സിഡന്റ് മൂലമാകാം ശാന്തന്റെ മനസ്സ് കൈവിട്ടിരിക്കുന്നത്. പക്ഷേ അതിന്റെ കാരണം കണ്ടെത്തി അതിന്റെ പേരോട് പിടിതെടുത്തില്ലെങ്കിൽ KSRTCക്ക് ഒരു എംപയർ ജീവനക്കാരനെ നഷ്ടപ്പെടും. അപ്പൊ എനിക്കാ? നിങ്ങൾക്ക് ഭർത്താവ് പോയാൽ വേറെ ഭർത്താവിനെങ്കിലും കിട്ടും. പക്ഷെ ശമ്പളം ഇല്ലാതെ ജോലിയാണ് ഒരു ഡ്രൈവറിനെ KSRTCക്ക് വേറെ കിട്ടില്ല. എനിക്ക് KSRTCയുടെ കൂടെയെങ്കിലും നിന്നേ പറ്റൂ. എന്തായാലും അപകടം നടന്ന ദിവസം വരെ ശാന്തൻ ഈ അവസ്ഥയിൽ തന്നെ തുടരട്ടെ. അതേ ഞാൻ മുഴുപ്പിരാന്തായി. പക്ഷേ എനിക്ക് KSRTCയെ രക്ഷിച്ചേ പറ്റൂ. നഷ്ടത്തിലോടുന്ന KSRTCയെ രക്ഷിക്കാനായി ഞാൻ ഏത് അറ്റം വരെയും പോകും. ഡോക്ടർ, എടി ഇയാൾ ഇതുവരെയായിട്ട് പോയില്ലേ? ആർക്കറിയാ, പോയില്ല. ശാന്തം വന്നു. ശാന്തനെ ഞാൻ ഉറക്കാൻ പോവുകയാണ്. ശാന്ത അത്താഴ പൂജ കഴിഞ്ഞിട്ട് മതിയില്ലേ ഉറക്കം? അതൊന്നും പറ്റത്തില്ലടാവേ, എനിക്ക് പോയിട്ടേറെ പണിയുണ്ട് കേട്ടാ. എന്നാ ഉറക്കിക്കോ ഡോക്ടറെ. എന്നാ പിന്നെ വാ, ഇവിടെ ഇരിക്കണോ? ഇരുന്നല്ലോ. ശാന്ത, എന്ത് ശാന്ത? ഡോക്ടറെ, ശാന്തൻ ശാന്തമായി ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ. ശാന്തൻ മെല്ലെ ശാന്തന്റെ കണ്ണുകൾ അടയ്ക്കൂ. ശാന്ത അടച്ച്. ശാന്തൻ ഇപ്പോൾ ശാന്തമായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശാന്തൻ ഇപ്പോൾ പൂർണ്ണമായും നിദ്രയിലാണ്. ടെസ്റ്റ് ചെയ്തതാക്കിയതാണ്. ഉറങ്ങി. ശാന്തൻ എന്താണ് ശാന്ത പണിക്ക് പോകാത്തത്? KSRTCയെ ലാഭത്തിലാക്കാൻ ഉറക്കമൊഴിഞ്ഞ് പണിയെടുക്കുന്നവരാണ് ഞങ്ങൾ എംപാനിൽ ജീവനക്കാർ.
സ്ഥിരം ജോലിക്ക് പോകുന്നവർക്ക് ലീവ് എടുത്താലും ശമ്പളം കിട്ടും. പക്ഷേ ഞങ്ങളെ പോലെയുള്ളവർക്ക് ലീവും ഇല്ല ശമ്പളവും ഇല്ല. എന്തായാലും ശമ്പളം ഇല്ല, പിന്നെ എന്തിനാണ് ലീവ്? നമ്മൾ എന്തിനാണ് പണിക്ക് പോകുന്നത്? സന്തോഷത്തോടെ കുടുംബം നോക്കാനല്ലേ. അത് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനു നമ്മൾ ആ ജോലിക്ക് പോകണം? ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ പോലും രാഷ്ട്രീയ സ്വാധീനമുള്ളവരുടെ കൂടെ അവർ നിൽക്കൂ. നമുക്കൊക്കെയോ കൈനഷ്ടവും. ശാന്ത, വരുമാനമുള്ളൊരു ജോലി തന്നാൽ ശാന്തൻ പോകുമോ? പോകും. ഒന്നുമില്ല ശാന്ത. ശാന്ത, ഞാൻ ഉണർത്താൻ പോവുകയാണ് ശാന്ത. ജേക്കബ്, ജേക്കബ്, ജേക്കബ്. അയ്യോ, ഡോക്ടറുടെ പേര് ശാന്തൻ എന്നാണ്, ജേക്കബ് എന്നല്ല. അതല്ലെന്ന് ഞാൻ എണീക്കാൻ പറഞ്ഞത്. ഡോക്ടർ മിണ്ടാരി. ഡോക്ടർ പറ. ശാന്തന്റെ എല്ലാ അസുഖം മാറി കേട്ടാ. ശാന്തൻ ഇനി നാളെ തൊട്ട് എന്റെ ഡ്രൈവറായിട്ട് പണിക്ക് വരും. ഓക്കെ ഡോക്ടറെ, ഞാൻ വരാം. ഡോക്ടറിന്റെ അടുത്ത് എങ്ങനെ നന്ദി പറയണമെന്ന് അറിഞ്ഞൂടാ. ഡോക്ടറിന്റെ ഫീസൊന്നും വേണ്ട. ഇത്രയും മോജസും തേസുമുള്ള ഈ ശാന്തനെ എനിക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാൻ സാധിച്ചില്ലേ? അത് തന്നെയാണ് എന്റെ ഫീസ്. എടോ, നാളെ രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 8 മണി വരെയാണ് ഡ്യൂട്ടി സമയം കേട്ടാ. ഞാൻ വരാം ഡോക്ടറെ. കണ്ടാ, വരാന്ന് പറഞ്ഞ എന്റെ ഹിപ്നോട്ടിസാണ്. പൂജക്കൊന്നും ഇനി പോവൂല. ഡോക്ടറെ, 9 മണിയൊക്കെ ഞാൻ വരാം. പക്ഷെ ഒരു ഉച്ച 12 മണിയൊക്കെ ആകുമ്പോ എനിക്ക് നിന്നെ ഫ്രീ ആക്കി വിടണം. എന്തിനി? ഉച്ച പൂജ മുടക്കാൻ പറ്റത്തില്ല. എന്നാ പിന്നെ ഞാൻ ഉറങ്ങാൻ പോണു. അല്ല, ഇറങ്ങാൻ പോണെന്ന്. അല്ലെങ്കിൽ തന്നെ ഇവിടെ നിന്നിട്ട് എന്തര കിട്ടാനാണ്? അടിപൊളി. ഡോക്ടർ താലോലം, ശാന്തൻ, ശാന്തന്റെ ഭാര്യയ്ക്ക് ഒരു നല്ല കൈഡി. ശാന്തൻ ചേട്ടാ. അനിരുദ്ധ്. എന്തോ? ആരാധ്യ. എന്തോ? ദേവിലക്ഷ്മി. മറ്റേ സാധനം അന്വേഷിച്ചോണ്ട് വരാൻ പറഞ്ഞു. ചീരഞ്ചിറ സഹദേവൻ. ചീരഞ്ചിറ സഹദേവനെ പറ്റി അന്വേഷിച്ചോ? ഇന്നലെ അല്ലേ ഇവിടെ നിന്ന് പോയത്? ഇന്നലെ അല്ലല്ലോ പോയത്, പോയിട്ട് കുറെ ദിവസമായി. കഴിഞ്ഞ എപ്പിസോഡിൽ പോയതാണ് അല്ലേ? അതെ. പിന്നെ ഈ എപ്പിസോഡിലാണ് വരുന്നത്. എന്നിട്ട് പറയണ ഇന്നലെ പോയത്. എടാ താലോലവേ. ദേവിലക്ഷ്മിക്ക് വേണ്ടിട്ട് തമിഴ്നാട്ടിൽ നാളെ ഇറക്കിയിട്ടുണ്ട്. ആണാ? അതാരാണ്? ഇപ്പൊ പറയണോ അതോ ആളെ ഇറക്കട്ടെ? നാളെ ഒന്ന് ഇറക്കൊന്ന് കാണാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് തുടങ്ങാം. അണ്ണാ പേസും കണ്ണാ. ഇതും തമിഴ്നാട്. அப்படியா? தமிழ் எந்த ஊரு? കന്യാകുമാരി. கன்னியாகுமரி இல்ல, கன்னியாகுமரி. அப்படியே தமிழ்ல கொஞ்சம் வார்த்தைகள் கேளு. தமிழ்நாட்டுல முக்கியமந்திரி பேர் என்ன? സ്റ്റാലിൻ. സിഎം ആരപ്പം? സിഎം ആരാപ്പോ? ஸ்டாலினோட தமிழ் பேர் என்ன? പാടില്ല. അറിയില്ല. അതും സ്റ്റാലിൻ തന്നെ. അടുത്ത ഒന്നും കൂടെ. தமிழ்ல உனக்கு பிடிச்ச ஸ்வீட் எனக்கு என்னன்னு தெரியும். ലഡ്ഡു. ലഡ്ഡു മാതിരി ഇരിക്കേ. ഞങ്ങൾക്കൊരു ഇതൊന്നും അല്ല ബാലണ്ണ, ഞങ്ങൾക്ക് അറിയേണ്ടത് ഇവർക്ക് തമിഴ് അറിയുന്നുള്ള. അതുകൊണ്ട് ഒറ്റ വാക്കിൽ ആൻസർ പോലെ വേണം നമുക്ക്. കുറച്ചധികം കോൺവെർസേഷൻ നിങ്ങളിൽ നിന്ന് വരണം. കാര്യം ഞാൻ കന്യാകുമാരിന്നാണ്. ഇടക്കിടക്ക് ചുമ്മാ ഇവിടെ വന്ന് സൊല്ല് പേസ് എന്നൊക്കെ പറയുന്ന കേൾക്കാം. തമിഴില് നീ തമിഴില് ഒരു പാട്ട് പാടേ കണ്ടുപിടിച്ചു മോനെ. പാട് പാട്. നീ മിണ്ടരുത്. അവൻ എരിവ് കയറ്റി കൊടുക്കും. തമിഴില് പാട്ട് പാട്. പറഞ്ഞേ. പൂക്കൾ പൂക്കും പഠിക്കും. എന്നാ പിന്നെ അറിയാന്നുള്ള ഏതെങ്കിലും പാട്ട് എന്തിനി? തമിഴ് പാട്ടും അറിയത്തില്ല. അമ്മ എന്തെങ്കിലും ചോദിക്കാം, അതിന് തമിഴില് റിപ്ലൈ തരാൻ പറ. இதுக்கு கரெக்டா நீ தமிழ்ல தான் பதில் சொல்லணும். உன் வெயிட் என்ன? വെയിറ്റാ? എനിക്ക് തന്നെ അറിഞ്ഞൂടാ, ഞാൻ നോക്കിയിട്ടില്ല. അയ്യേ, ഇത് മലയാളം. തെരിയാതണ്ണ. ഇതേ ഞങ്ങള് കേൾക്കുന്നുള്ളൂ. എനിക്ക് തെരിയാതണ്ണ. അയ്യോ, ഞാൻ അങ്ങ് കന്യാകുമാരിയിലല്ല, ജില്ലയിലാണ്. കന്യാകുമാരി തമിഴ്നാട് ബോർഡർ. തമിഴ് പറഞ്ഞ എന്റെ ഉയിർ എന്നൊക്കെ. ഞാൻ ഇവിടെ ഇരുന്ന് തമിഴ്നാട്ടിൽ പോയി ഒളിക്കും. എന്തൊക്കെയായിരുന്നു വിടല്. വളരെ മോശം. എങ്കിലും ചേച്ചടാ, ചേട്ടാ ആദ്യമായിട്ടാണ് ഒരു നല്ല കാര്യം ചെയ്യണം. തമിഴിൽ നല്ല ആളെ ഇറക്കിയ നന്നായി. താങ്ക് യു ബാല സാർ. നമുക്ക് ഒരു ദിവസം നമ്മള് പൊളിക്കും. ആരാധ്യ, അനിരുദ്ധ്, ദേവിലക്ഷ്മി. ആരാധ്യ, ഇത് ആരാധ്യയാണ്. இப்ப வர. அப்ப இது ஆராத்தியா நீயா? நீ பொம்பளை பிள்ளையா பெண்ணா? சத்தியமாவா? സത്യം. அவனும் தமிழா? அவளும்? ഞാൻ പക്ക മലയാളി. എനിക്ക് തമിഴ് தெரியாது. ഞാനും മലയാളിയാ. മലയാളിയാണോ? ശരി, എനിക്കിപ്പോ ആകെ കൺഫ്യൂഷൻ. ഞാൻ പറഞ്ഞുതരാം. പെൺകുട്ടിയാണ് ആരാധ്യ, മലയാളി.
അനിരുദ്ധ് മലയാളി ആൺകുട്ടിയാണ്. പയ്യൻ തന്നെയാണ്. ഇത് ഇന്നലെ വരെ കന്യാകുമാരിയായിരുന്നു, ഇന്നിപ്പോ ജസ്റ്റ് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. പെൺകുട്ടിയാണ് ദേവിലക്ഷ്മി. ഇനി എന്താണ് അറിയേണ്ടത്? ആ ബാർഡർ പെർഫോമൻസിലേക്ക് വരാം. നല്ല ഒരു കൺസെപ്റ്റ് ആയിരുന്നു, നല്ല രീതിയിൽ ഈ കുട്ടികളൊക്കെ പെർഫോമൻസ് ചെയ്യുമ്പോൾ നമുക്കൊക്കെ ഇപ്പൊ അഭിപ്രായം പറയുമ്പോൾ പേടിയാവണം. നാളെ ഏതെങ്കിലും ഒരു ഷോ ഇല്ല പടത്തിൽ അഭിനയിച്ച് കഴിഞ്ഞിട്ട് അന്നീ കുട്ടികളെ ഉപദേശിച്ചല്ലേ, ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. എന്തായാലും അടുത്ത നായകനാവും. അടുത്തൊക്കെ പോലെ കുട്ടികളെ എടുത്ത് വെച്ചിട്ട് മൈക്കും പിടിച്ച് അന്തൊക്കെ കാണിച്ചില്ല, ഷോ കാണിച്ചില്ല. എന്തായാലും കിട്ടും. അപ്പൊ പിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് വാങ്ങിക്കാന്നുള്ള മൈൻഡാണ് ഞാൻ. 3 പേരുടെ എനർജി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൈക്കാട്രിക് ഡോക്ടറിന് പറയുമ്പോൾ അതിൻ്റെ ഇൻട്രഡക്ഷൻ നമ്മുടെ കന്യാകുമാരി കൊടുത്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കന്യാകുമാരിയുടെ ഉണ്ടതാ നിന്നെയാണ് പേര് കന്യാകുമാരി ആക്കിയിട്ട്. അനിരുദ്ധക്ക് ഒരു എക്സ്ട്രാഡിനറി ടാലന്റ് ഉണ്ട്. എന്നോட ഡയലോഗ്സ് എല്ലാം നല്ല ഫ്ലോയിൽ പോകും, നല്ല രീതിയിൽ നല്ല ഫ്ലോയിൽ പോകുന്നുണ്ട്. എന്നെ അണ്ണാ. ഓക്കെ, താങ്ക് യു. ഒരു അഡ്വൈസ്, മറ്റേ ആക്ടേഴ്സ് ഒരു പഞ്ച് ലൈന് ചിരിക്കുന്ന ഒരു പഞ്ച് വരുന്ന സമയത്ത് നമ്മൾ ഓവർ ഡൂ ചെയ്യാൻ പാടില്ല, നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കണം. അപ്പോഴാണ് അവരുടെ കോമഡി വർക്കൗട്ട് ആവുള്ളൂ. ഇതൊരു ടീം വർക്ക് അല്ലേ, മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ സംസാരിച്ച് തീർന്നിട്ടേ അടുത്ത ആൾ സംസാരിക്കാവുള്ളൂ. ഇടയ്ക്ക് കയറിയാൽ അത് നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അടുത്തിന് എനിക്ക് ഈ ഷോ കഴിഞ്ഞിട്ടേ ഞാൻ ശരിക്കും മീശ ഊരി നോക്കും കേട്ടോ. സട്ടിൽ പെർഫോമൻസ് ആയിരുന്നാലും ഇവളുടെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് ഒരു പൂജാരിനെ പറയുമ്പോൾ ഓവർ ഡൂ ചെയ്യാതെ കറക്റ്റായിട്ട് ചെയ്തിരുന്നു. സോ ഓൾ ടുഗെദർ നന്നായിരുന്നു. ഇനിയും കുറേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നോക്കുക. താങ്ക് യു ചേട്ടാ. ആരാധ്യ, അനിരുദ്ധ്, ദേവിലക്ഷ്മി, നന്നായിരുന്നു കേട്ടോ. നല്ല സ്കിറ്റായിരുന്നു. നിങ്ങൾ 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു. ആരാധ്യയാണെന്നുണ്ടെങ്കിലും അനിരുദ്ധാണെന്നുണ്ടെങ്കിലും കന്യാകുമാരി ആണെന്നുണ്ടെങ്കിലും ഒക്കെ വളരെ എന്ത് പറ്റി എൻ്റെ കന്യാകുമാരി എന്ന് വിളിക്കുമ്പോൾ എന്താ ഇത്ര ഞാൻ പാട്ട് പാടട്ടെ? പാടും. നിനക്ക് താൻ തമിഴിൽ അറിയാമെന്ന് പറഞ്ഞ് ഇത്രയും പേരെ പറ്റിച്ച് ഞാൻ ഇപ്പൊ കന്യാകുമാരി കുമാരി എൻ കാതൽ വിക്കി തിക്കി നിക്കിത് കുമാരി കന്യാകുമാരി മാട്ടിക്കിട്ടിയ കുമാരി. കാലക്കി ഇവന് അനിരുദ്ധ് ഇങ്ങനെ വളഞ്ഞൊക്കെ ഇങ്ങനെ വന്നില്ലേ. ഇപ്പൊ എനിക്ക് നസീർക്കട സംക്രാന്തി നസീർക്കട പഴയ ഇതാണ് എനിക്ക് ഓർമ്മ വന്നത്. അല്ലേ നസീർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് ആദ്യം ചെയ്തിട്ട് നൂരാൻ പറ്റാതെ നിന്നതായിരിക്കും. ആ ഒരു നിപ്പോ ഒരു 3-4 വർഷം നിൽക്കണം. എന്തായാലും മോനെ കാലക്കി കേട്ടോ, ഒരു നല്ല ഫ്ലെക്സിബിൾ ആണ് മോൻ, ഡാൻസർ ആണെന്ന് അറിയാം. അപ്പൊ ഇന്ന് എന്തായാലും ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. നസീർക്ക, രസമുണ്ടായിരുന്നു കാണാനായിട്ട്. തമാശ കുറവുണ്ടായിരുന്നു, കൂടുതലും ആക്ഷനായിരുന്നു. ഏതേലും എവിടെയെങ്കിലും മറന്നു പോയായിരുന്നോ? ആ കസേരയിലിരിക്കുന്ന ഭാഗത്ത് എന്തേലും മറന്നില്ലേ? മറന്ന് ശകലം മറന്നെങ്കിലും നിങ്ങൾ ഓടിച്ചെത്തിച്ചു വണ്ടി. ഈ വണ്ടി ഡ്രൈവർ ആണെങ്കിൽ പോലും ഇടയ്ക്ക് ഉച്ചയാകുമ്പോൾ ആ ഉച്ചപൂജ മസ്റ്റായിട്ട് അതിനു വേണ്ടിയാണല്ലോ ഈ ജീവിക്കുന്നത് നമ്മൾ. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ചിരി കുറവായിരുന്നു. പക്ഷേ എങ്കിലും നിങ്ങൾ പിള്ളേരായതുകൊണ്ട് അത് നമ്മൾ കാര്യമാക്കുന്നില്ല. നീ ശകലം ഒന്ന് ഒതുങ്ങുന്ന നല്ലതാണ് ഇടയ്ക്ക്. അനിരുദ്ധ് ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് പറയും. നിൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ ഓവർലാപ്പ് വരുന്നത്. നീ ആ സ്പീഡ് കൊണ്ടുകൊണ്ടാണ് ഓവർലാപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരാൾ പറഞ്ഞ് നിർത്തി അതിൻ്റെ റിയാക്ഷനൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ആൾ പറഞ്ഞാൽ മതി. സമയമുണ്ടല്ലോ, നമ്മളിവിടെ ഇത്ര ടൈമേ ചെയ്യാവുള്ളൂ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ആസ്വദിച്ച് ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടി നന്നാകും, രസമാകും. അല്ല അതുപോലെ തന്നെ അനിരുദ്ധ് ആ മൊബൈൽ എടുത്ത് ആ സീറ്റിൽ നിന്ന് മാറ്റിയില്ല. സൈക്കോളജിയിൽ മൊബൈലിൻ്റെ ആവശ്യമില്ല. സൂപ്പറായിരുന്നു മോനെ. ചെരിപ്പും അതെ, പ്രസൻസ് ഓഫ് മൈൻഡ് അത് അടിപൊളിയാണ്. അങ്ങനെ അതൊക്കെ വേണം. അതൊക്കെ എന്താണ്, ഇതൊക്കെ ദൈവാനുഗ്രഹം കൊണ്ട് വരുന്നതാണ്. അടിപൊളിയായിരുന്നു. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളോടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, നസറങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പൊ നമുക്ക് കൈയോടെ മാർക്സിങ് വാങ്ങിക്കാം അല്ലേ? ആദ്യം ബാലച്ചേട്ടൻ തന്നെ തരട്ടെ. 8,000 rupees. ഓക്കെ, നസീർക്ക ചിരിയുടെ കുറവുള്ളത് കൊണ്ട് ഞാൻ 7 കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇപ്പൊ ടോട്ടൽ ഇപ്പൊ 15 ആയിട്ടുണ്ട്. ഇനി ബാക്കി ഷാജനങ്ങള് ടോട്ടൽ എമൗണ്ട് അവിടെ തരും. ഓക്കെ, വരട്ടെ. 25,000. ഹാപ്പി ആയില്ലേ? അപ്പൊ അടുത്ത പ്രാവശ്യം കാണാം.
ബാലച്ചേട്ടാ, സ്കിറ്റിന്റെ ഇടയ്ക്ക് ഒരു സ്റ്റാൻഡപ്പ് എടുക്കാനുണ്ട്, എടുക്കട്ടെ? കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നാണ് ഇപ്പൊ വരുന്നത്. സ്വന്തം സ്ഥലം കണ്ണൂരാണെന്ന് തോന്നുന്നു. ഒരു തവണ വന്നിട്ടുണ്ട്, നമ്മളെ കാലിക്കറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. ഇതാ വരുന്നു രണ്ടാമത്തെ തവണ. ലെറ്റ്സ് വെൽക്കം അമൽ കമൽ. வெல்கம் பேக் சார். தேங்க் யூ. எப்படி இருக்கு? സുഖമായി ഇരിക്കെ. അതിന്റെ പേര് അമൽ കമൽ. അത് അച്ഛന്റെ ഓരോ കുസൃതികളാ. നല്ല പേര്. അല്ല, ഇപ്പൊ കുറച്ചായില്ലേ വന്നിട്ട്? ഒരു പ്രാവശ്യം അല്ലേ ആ പടം വന്നുള്ളൂ. പുതിയ സാധനം ഉണ്ടാക്കിയെടുക്കുമായിരുന്നു അല്ലേ? അതെ. ടൈം എടുത്ത് വന്നുകൊണ്ട് മിക്കവാറും തീർച്ചയായിട്ടും ഹൈപ്പിടല്ലേ വെറുതെ പറഞ്ഞു കേറ്റാന്ന്. അപ്പൊ എന്നാ പിന്നെ നമ്മളില്ല, നമ്മളത് ഇനി പറഞ്ഞു കേട്ടില്ല. നമ്മൾ അമൽ കമലിന്റെ വിഷയം നമ്മൾ എന്താന്ന് അറിയുന്നു. അറിയാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ പറഞ്ഞതുപോലെ എൻ്റെ പേര് അമൽ കമൽ എന്നാണ്. ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ലുലു മാളിൽ പോയാൽ ഫുഡ് കോർട്ടിൽ നിന്ന് ഫ്രൈഡ് ചിക്കൻ കഴിക്കാറില്ല. താഴെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി ഫ്രൈഡ് ചിക്കനും 5 രൂപയുടെ പ്ലേറ്റും വാങ്ങിച്ച് ക്യൂ നിന്ന് ബില്ലടിച്ച് മുകളിൽ ഫുഡ് കോർട്ടിൽ പോയി ഫ്രൈഡ് ചിക്കൻ കഴിക്കും. ഒരു മിഡിൽ ക്ലാസ് ബോയ് എന്ന രീതിയിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പ്രൈസ് നോക്കാതെ സാധനം വാങ്ങിക്കുക എന്നുള്ളതാണ്. ഹായ്, അടിപൊളി ടീഷർട്ട് 1500 രൂപ, ഊള ടീഷർട്ട്. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ലൈഫ്. ഞാൻ പ്രൈസ് നോക്കാതെ ഒരു സാധനം വാങ്ങിക്കാറില്ല. എൻ്റെ അച്ഛൻ ഫാദർ ഓഫ് മിഡിൽ ക്ലാസ്, പുള്ളി പ്രൈസും നോക്കും, സാധനം പൊട്ടിച്ചും നോക്കും, എന്നിട്ട് ഒരു സാധനം വാങ്ങിക്കും. അതുകൊണ്ട് തന്നെ പുള്ളിനെ നമ്മൾ കുപ്പി ഗ്ലാസ്, കണ്ണാടി തുടങ്ങിയ സാധനങ്ങളൊന്നും വാങ്ങാൻ വേണ്ടി വിടാറില്ല. അച്ഛന് ഇതുവരെ കടയിൽ പോയിട്ട് കോഴിമുട്ട വാങ്ങാൻ വേണ്ടി പറ്റിയിട്ടില്ല. പുള്ളിക്ക് ബുൾസൈ മാത്രമേ കിട്ടാറുള്ളൂ. ക്രിക്കറ്റിൽ തന്നെ അച്ഛൻ ഫസ്റ്റ് ബോളിൽ ഔട്ടായ ഡക്കല്ല, ഡക്ക് ഓംലേറ്റ്. എന്നെ തന്നെ കിട്ടിയപ്പോൾ ഞാൻ ജനിച്ച സമയത്ത് തിരിച്ചു പിടിച്ച് പ്രൈസ് നോക്കിയിട്ടാണ് എടുത്തതെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. നേഴ്സ് എന്നെയും കൊണ്ട് വന്ന്, കുട്ടിയുടെ അച്ഛനാണല്ലേ, ആൺകുട്ടിയാണ്. ഓ, അങ്ങനെയൊന്നും നമുക്കൊരു ഉറപ്പും പറയാൻ വേണ്ടി പറ്റില്ലേ. എൻ്റെ നേഴ്സ്, ഇതൊക്കെ റേറ്റ് ഇച്ചിരി കൂടുതലല്ലേ? ഓ, ജനിച്ച സമയമാണോ? ഓക്കെ, എന്നാലും ആ കുട്ടീനെ കിട്ടുമോ? ഇല്ല അല്ലേ, എന്നാൽ ഡോക്ടറാക്കി മുതലാക്കാം. അങ്ങനെ എടുത്താണ്. ഇപ്പൊ ഡോക്ടറായിന്ന് ഇപ്പൊ അച്ഛന് നല്ല സന്തോഷമുണ്ട് ഡോക്ടർ ആയതുകൊണ്ട്. ഇനി എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ വാങ്ങിയെന്ന് വിചാരിക്കാം, അത് മാക്സിമം യൂസ് ചെയ്ത് അതിന്റെ പരിപ്പ് എടുത്തില്ലെങ്കിൽ അച്ഛന് സമാധാനമായിട്ട് ഉറങ്ങാൻ വേണ്ടി പറ്റില്ല. അച്ഛന് പണ്ടത്തെ ഒരു കയറിന്റെ കട്ടിലുണ്ടായി, പണ്ടത്തെ ചൂടിക്കയറിന്റെ കട്ടിലില്ലേ ഇങ്ങനെയുള്ളത്, അതിന്റെ ഓരോ കയറ് പൊട്ടുമ്പോഴും ഞാൻ വിചാരിക്കും ആ കട്ടിൽ ഇപ്പൊ കളയുന്നു. അവസാനം അത് ഒറ്റ കയറിൽ നിന്നപ്പം വരെ അച്ഛൻ സുഖമായിട്ട് അതിൽ കിടന്ന് ഇങ്ങനെ ഉറങ്ങും. ഇനി ഞാൻ അതിലെങ്ങാണ്ട് പോയി എന്നെയും വിളിച്ച് അതിൽ കിടത്തും. വാടാ, ഇഷ്ടംപോലെ സ്ഥലമുണ്ടാ, വാടാ ഇവിടെ കിടക്കടാ, ഈ ഒരു കയറിൽ രണ്ടുപേര്. ഞാനും ഏകദേശം എനിക്കും ഈ DNA ആണ് കിട്ടിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. എൻ്റെ കയ്യിൽ ഒരു റെഡ് ഷർട്ട് ഉണ്ടായിരുന്നു, അത് ഇട്ടിട്ടിട്ടിട്ട് ഓറഞ്ച് ആവുന്നത് വരെ ഞാൻ ഇട്ട്, എന്നിട്ട് പിന്നെ കളഞ്ഞില്ല, അനിയനും എടുത്ത്. അതായത് എൻ്റെ പഴയ റെഡ് ഷർട്ടാണ് അനിയൻ്റെ പുതിയ ഓറഞ്ച് ഷർട്ട്. ഇനിയിപ്പോൾ ഇതിലും മാരകമായ മിഡിൽ ക്ലാസ് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൻ്റെ ഇപ്പുറത്തുള്ള മുരളിയേട്ടൻ, പുള്ളി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. ഇതിൻ്റെ വാലിഡിറ്റി തീരുന്നതിന് മുന്നേ ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ടെൻഷൻ അടിച്ച് പ്രഷർ കൂടി പുള്ളി ബോധം കെട്ടി വീണു. എന്നിട്ട് അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് 3 കുപ്പി ഗ്ലൂക്കോസും 2 സിറിഞ്ചും വെച്ചിട്ട് പുള്ളി ഓക്കെ ആയില്ല. അവസാനം 45 കിലോമീറ്റർ അപ്പുറമുള്ള ഏതോ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തപ്പോഴാണ് പുള്ളി ഒന്ന് നോർമലായി കണ്ടത്. അച്ഛൻ പിന്നെ ഹെൽത്ത് ഇൻഷുറൻസിൽ വിശ്വസിക്കുന്നില്ല. അച്ഛൻ പറയുന്നത് മിഡിൽ ക്ലാസ് ഫാമിലിയിൽ അപകടങ്ങൾ ഉണ്ടാവില്ല എന്നാണ്. മിഡിൽ ക്ലാസ്സായി ജനിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു അപകടം. ഹാർട്ട് അറ്റാക്ക് ഒക്കെ പൈസക്കാരുടെ അസുഖമല്ലേ എന്നാണ് അച്ഛൻ പറയുന്നത്. അതെ, അറ്റാക്ക് ഹാർട്ടിലേക്ക് വരുന്നതിന് മുന്നേ ആദ്യം ബാങ്കിലേക്ക് പോകും, എന്നിട്ട് നമ്മുടെ കടബാധ്യതകളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് സാമ്പത്തികമായിട്ട് ഇവൻ സൂപ്പറാണെന്ന് ഉറപ്പുവരുത്തിയതിന് മാത്രമാണ് ഹാർട്ടിലേക്ക് വരുന്നതെന്നാണ് അച്ഛൻ്റെ തിയറി. ഈ തിയറി പ്രകാരം ഇങ്ങനെയാണ് ഒരാൾക്ക് അറ്റാക്ക് വരുന്നത്. അറ്റാക്ക് ആദ്യം നടന്ന് ബാങ്കിലേക്ക് പോകും. അപ്പം ബാങ്കിൽ സ്റ്റാഫ് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. ഇത് ഏത് ബാങ്കാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യൂ, ഞാൻ പറഞ്ഞില്ല. ബാങ്കിൽ സ്റ്റാഫ് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. അപ്പോൾ അറ്റാക്ക് നേരെ ബാങ്കിൻ്റെ ഉറങ്ങുന്ന സ്റ്റാഫിൻ്റെ അടുക്ക ചെന്നിട്ട് മുട്ടി വിളിക്കും, ഹലോ അറ്റാക്ക്. ഉറങ്ങല്ലേ, ഇച്ചിരി ഒച്ചത്തി പറയാം, ഹലോ അറ്റാക്ക്, ആ പാടാ. അങ്ങനല്ല, എൻ്റെ പേരാണ് പറഞ്ഞത്, അറ്റാക്ക്. പാലാരിവട്ടത്തുള്ള രവീന്ദ്രൻ്റെ ബാധ്യതകളുടെ ലിസ്റ്റ് ഒന്ന് വേണമായിരുന്നു. ലിസ്റ്റ് എടുത്ത് ഇളയ മോനെ UK പറഞ്ഞു വിടാൻ വേണ്ടി വീടിൻ്റെ ആധാരം വെച്ച് ലോൺ എടുത്തേക്കുന്നു. ലക്കി മാൻ രവി, മൂത്ത മോങ്കാരനൊരു അറ്റാക്ക് പോയി കിട്ടി. ഏത് ഈ ലോൺ ഉണ്ടല്ലോ, അങ്ങനെ ബാധ്യത നോക്കിയിട്ടാണ് അറ്റാക്ക് വരുന്നതെന്നാണ് അച്ഛൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഈ UK പോക്ക് തന്നെ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ ജെൻസി മിഡിൽ ക്ലാസ് പിള്ളേരുടെ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് UK പോക്ക്. വീടിൻ്റെ ആധാരം പണയം വെച്ചും UK പോകും. എന്നിട്ട് അവിടെ ചെന്ന് പാത്രം കഴുകി വെളിപാട് വരുമ്പം പറയും എങ്ങനെയെങ്കിലും ഈ ലോൺ അടച്ച് തീർന്നിട്ട് വേണം നാട്ടിൽ വന്ന് സെറ്റിലാവാൻ വേണ്ടിയിട്ട്. UK പോയി കഷ്ടപ്പെടുന്നത് എന്തിനാ? ലോൺ അടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോൺ എന്തിനാ എടുത്ത്? UK പോകാൻ വേണ്ടിയിട്ട്. എന്നാൽ നാട്ടിൽ വെറുതെ ഇരുന്നാൽ പോരുന്നോ? ജീവിതം ഒരു സൈക്കിളാണെന്ന് ഉള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. ചേട്ടൻ നാട്ടിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നു, ലോൺ എടുത്ത് പുറത്തു പോകുന്നു, പണിയെടുത്ത് ലോൺ അടക്കുന്നു,
നാട്ടിൽ തിരിച്ചു വരുന്നു, മാമൻ നാട്ടിൽ തെണ്ടി തിരിഞ്ഞു നടക്കുന്നു. UK പോകാൻ ആദ്യം ഞാൻ വിചാരിച്ചു എല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം പോണേയാണെന്ന്. പക്ഷെ ഇത് നാട് വൃത്തിയാക്കലിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് തന്നെ തെണ്ടിത്തിരിയുന്ന ആൾക്കാർ കയറ്റിവിടുന്ന പോലെ എനിക്കൊരു ഫീൽ ഉണ്ട്. കാരണം എന്റെ കൂട്ടുകാരൻ അസൻ, അവൻ വരെ UK പോയി. ഇവൻ 10ാം ക്ലാസ് പാസ്സായത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യന്റെ പേപ്പർ കോപ്പി അടിച്ചിട്ടുണ്ട്. മുഗൾ സാമ്രാജ്യത്തിനെ പറ്റിയുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞത് എന്താ അറിയോ? ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് ലാഗ് ഉണ്ട്, മുംതാസിനോട് എനിക്ക് ക്രഷ് ഉണ്ട്, കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട് എന്നാണ്. ഈ ഇവൻ ആധാർ കാർഡും ഫോൺ നമ്പറും ലിങ്ക് ചെയ്യാൻ വേണ്ടി അക്ഷയ പോയതാ. 2 ദിവസം കഴിഞ്ഞപ്പോൾ വിസ വന്നു, അവൻ അതിൽ കയറിപ്പോയി UK എത്തി. എങ്ങനെയാണെന്ന് ഒരു പിടുത്തമില്ല. ഇനി പക്ഷെ ഇങ്ങനെ എല്ലാവരും UK കയറി പോവുകയാണെങ്കിൽ നമ്മുടെ ഒരു സ്വപ്നം, ഇന്ത്യക്കാരുടെ വലിയ ഒരു സ്വപ്നം അത് നടക്കും. ഇന്ത്യക്കാർ അവസാനം ഫിഫയിൽ കളിക്കും ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട്. ആ കളി നിങ്ങളൊന്ന് ആലോചിക്കുക, ഇന്ത്യക്കാർ ഇംഗ്ലണ്ടിന് വേണ്ടി കളിക്കുന്ന കളി. ഓൺ ദ ലെഫ്റ്റ് വിങ് വി ഹാവ് ഹാരി കെയ്ൻ ആൻഡ് ഓൺ ദ റൈറ്റ് വിങ് വി ഹാവ് അദ്വൈത് ശശിധരൻ. അദ്വൈത് ശശിധരന്റെ ജേഴ്സിയുടെ ബാക്കിൽ അപ്പു 77. അപ്പുവിന്റെ ഗോൾ സെലിബ്രേഷൻ കാണണം നിങ്ങൾക്ക്. അപ്പു ഗോൾ അടിക്കുന്നു, മോനെ UK വരൂ, 21 വയസ്സിൽ ലൈഫ് സെറ്റിൽ. താങ്ക് യു ഗൈസ്, അതായിരുന്നു പരിപാടി. അമൽ കമലിനൊരു നല്ല കൈഡി. മിഡിൽ ക്ലാസ്സിൽ തുടങ്ങി നമ്മൾ UK എത്തി, UK വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ കളിച്ചു. എന്താ പോക്ക്. നന്നായിരുന്നു കേട്ടോ. ഇതൊരു മത്സര ഇനത്തിൽ പോകാത്തതുകൊണ്ട് കുഴപ്പമില്ല. അല്ല സത്യം, കാര്യം ചില സാധനങ്ങൾ കണക്ഷൻ അല്ലാതെ മനസ്സിൽ കുറേ സാധനങ്ങളുണ്ട്. അത് എവിടെയൊക്കെ പോസ്റ്റ് ചെയ്യണം, എങ്ങനെ ഒഴുക്കി കൊണ്ടുപോകണം എന്നൊരു തോന്നൽ വ്യത്യാസം വന്നു അല്ലേ? എന്നാലും കുഴപ്പമില്ലായിരുന്നു, രസമുണ്ടായിരുന്നു. അത്യാവശ്യം ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. കൊള്ളാം. അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ ഗംഭീരമായൊരു സാധനം ഒന്ന് പ്ലാൻ ചെയ്യുക, ചിരിക്കാനും കൂടെ ഉള്ളത്. ഓക്കെ, ഇതിൽ ചിരിയില്ലെന്നല്ല, ഉണ്ട് എങ്കിലും പറയാണ്ട് കുറച്ചുകൂടെ ചിരിക്കാനുള്ളത് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, താങ്ക് യു നസീർക്ക. ചേട്ടാ അമൽ കമൽ ഒരു മിഡിൽ ക്ലാസ് സ്റ്റാൻഡപ്പ് കോമഡി അല്ലേ? നന്നായിരുന്നു. ഈ പറയുന്നത് പോലെ കുറച്ചുകൂടെ ഒന്ന് സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ ഒന്ന് ബലമാക്കാമായിരുന്നു തോന്നുന്നു. കാര്യം ഒന്ന് പറഞ്ഞത് തന്നെ വീണ്ടത് ചെയ്ത് കാണിക്കുക. ഇപ്പം എൻ്റെ അച്ഛൻ പറയുന്നത് മിഡിൽ ക്ലാസ്സുകാരൻ അങ്ങനെ അറ്റാക്ക് വരില്ല. മിഡിൽ ക്ലാസ്സുകാരൻ്റെ അടുത്തേക്ക് അറ്റാക്ക് സാധാരണ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ ബില്ലും നോക്കി മിഡിൽ ക്ലാസ്സുകാരനാണോ അല്ലയോ നോക്കി തിരിച്ചറിഞ്ഞിട്ട് അപ്പർ ക്ലാസ്സിൻ്റെ അടുത്തോട്ടേ അറ്റാക്ക് പോകാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് വീണ്ടും ആക്ട് ചെയ്ത് കാണിക്കുകയാണ് അമല്. മനസ്സിലായല്ലേ? അറ്റാക്ക് നേരെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, അവിടെ ചെന്ന് ഞാൻ അറ്റാക്ക് എന്ന് പറഞ്ഞ് പരിചയപ്പെടുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഇത് പറഞ്ഞു കഴിഞ്ഞു, വീണ്ടും അത് തന്നെ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ഒരു സ്ക്രിപ്റ്റിങ്ങിൻ്റെ കുറച്ചുകൂടി അടുക്കും ചിട്ടയും ആവായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഫസ്റ്റ് അന്ന് ചെയ്ത കാലിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രഷ് പരിപാടിയായിരുന്നു, എല്ലാം നല്ല ഫ്ലോ ഉണ്ടായിരുന്നതിന്. ഇതെവിടേക്കോ ഒന്ന് ഫ്ലോ കണക്ഷനൊക്കെ പോയിട്ട് എവിടേക്കോ കിടന്ന് ചുറ്റിത്തിരിയുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്തു. അപ്പം നെക്സ്റ്റ് ടൈം വരുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആക്കി വരണം കേട്ടോ. കമലിൻ്റെ ഉണ്ട് കുറേ സാധനങ്ങളുണ്ട്, അതിലൊന്നിലൊന്ന് ഇരുന്നൊന്ന് പരുവപ്പെടുത്തി കൃത്യമാക്കി അടിപൊളിയായിട്ട് നെക്സ്റ്റ് ടൈം വരണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് മോനെ. താങ്ക് യു സഞ്ജന. ബാലച്ചേട്ടാ. അമൽ, അപ്പോൾ നമ്മൾ ഈ സിനിമയിൽ അഭിനയിക്കുന്ന മുമ്പ്, അതായത് ഫസ്റ്റ് ഞാൻ ഹീറോ ആവുന്ന മുൻപ് തമിഴ്നാട്ടിലേക്ക് ഫസ്റ്റ് ഞങ്ങളുടെ ക്ലാസ് എന്താണെന്നറിയോ? ഒരു ഡയലോഗ്, ഒരു ലെങ്തി ഡയലോഗ് ഞങ്ങൾ പഠിക്കണമെങ്കിൽ പേപ്പറിൽ വായിക്കത്തില്ല. കാരണം എന്താണെന്നറിയാം, അഭിനയിക്കാനെടുത്ത് ലെങ്ത് കൂടുതലാണെങ്കിൽ നമ്മുടെ മുഖം, നമ്മുടെ കണ്ണൊക്കെ ആ പേപ്പറിൽ മെമ്മറി അങ്ങോട്ട് പോകും. സോ ഒരാൾ പറയുന്നത് ചെവി കൊണ്ട് കേട്ടിട്ട് റീപ്രസെൻ്റ് ചെയ്യും. ഫുള്ള് ബൈഗാർഡ് ചെയ്യണമെങ്കിൽ കേട്ടിട്ടാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ആ പേപ്പർ മാത്രം നോക്കിക്കൊണ്ട് ഫുള്ള് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പെർഫോമൻസിൽ അത് റിഫ്ലക്റ്റ് ആവും. ഇപ്പോൾ അമൽ കമലുടെ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ പറയണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ യു റെഡ് എ സ്ക്രിപ്റ്റ്, അതായത് വായിക്കുന്നതുക്കും എനാക്ട് ചെയ്യുന്നതുക്കും വ്യത്യാസമുണ്ട്. നിങ്ങളൊരു സ്ക്രിപ്റ്റ് എഴുതി അതിൽ കുറച്ച് കോമഡി ഉണ്ടാക്കി അതിവിടെ വന്ന് വേദിയിൽ വായിച്ചു. വായിക്കുന്നതല്ല സ്റ്റാൻഡപ്പ് കോമഡി. എനാക്ട് ചെയ്യുന്നത്, അത് ആ ചിരിയെ ഉണ്ടാക്കുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫൈറ്റ് സീനെക്കാളും ഒരു സെൻറ്റിമെൻറ്റ് സീനെക്കാളും ഒരു ത്രിൽ സീനെക്കാളും കോമഡി സീനിൽ അഭിനയിക്കുന്നത് ഭയങ്കര കഷ്ടം സിനിമയിൽ. അതുകൊണ്ടാണ് അന്നും ഇന്നും ഞാൻ എപ്പോഴും പറയുന്നത്, എല്ലാ വേദിയിലും പറഞ്ഞിട്ടുണ്ട്, ആ ഒരു കാര്യത്തിൽ ഐ ലവ് മോഹൻലാൽ. ലാൽ സാറുടെ ഒരു ടൈമിങ് എനിക്ക് അറിഞ്ഞിട്ട് വേറെ ഒരു നടനെ കൊണ്ടാണ് എനിക്കൊരു സംശയമാണ്. എക്സ്ട്രാഡിനറി ടൈമിങ് കോമഡിയിൽ. സോ സ്റ്റാൻഡപ്പ് ബുക്ക് വായിക്കുന്നതല്ല, എനാക്ട് ചെയ്യുന്നതാണ്. രണ്ടത്തേക്ക് വ്യത്യാസമുണ്ട്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. താങ്ക് യു ബാലച്ചേട്ടാ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അടുത്ത പ്രാവശ്യം ഉഷാറായിട്ട് പോയോ അമൽ കമൽ? നമുക്ക് ഇനി കാണണം. ഓക്കെ ബ്രദർ, കാണാം കേട്ടോ. ബൈ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം
വേറെ നമുക്ക് പണ്ട് ഇവിടെ ഒരു സ്കിറ്റ് കളിക്കാൻ വന്ന നിരഞ്ജനെ ഓർമ്മയുണ്ടോ? നിരഞ്ജൻ ഒരു റൗണ്ട് ലീവൊക്കെ കഴിഞ്ഞ് ഇവിടെ തിരിച്ചു വന്നപ്പോ ടീമില്ല. അതുകൊണ്ട് നിരഞ്ജൻ രണ്ടുപേരെയും കൊണ്ട് വന്നിട്ടുണ്ട് ഒരു പുതിയ ടീമായിട്ട്. അടിപൊളി അടിപൊളി. വിളിക്കട്ടെ? നിരഞ്ജന്റെ നേതൃത്വത്തിൽ പുതിയൊരു ടീം വരുന്നുണ്ട്. ബാക്കിയുള്ളവരെ വന്നിട്ട് പരിചയപ്പെടാം. ടീം നിരഞ്ജൻ. പുതിയ ടീമൊക്കെ സെറ്റ് ചെയ്ത് രണ്ടും കൽപ്പിച്ചുള്ള വരവാണ്. നിരഞ്ജൻ എവിടെ? നിരഞ്ജൻ ഇത് തന്നെ ഇത് നിരഞ്ജൻ മനസ്സിലായില്ലല്ലേ? കണ്ട പറയല്ല, നല്ല പ്രായം ചെന്ന ഒരു ഇരുത്തം വന്ന ഒരാളാണ്. നിരഞ്ജ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ? അടുത്ത നിൽക്കുന്ന ആളുടെ പേര് പറ. അനാമിക. അനാമിക എവിടുന്നാ? കാസർഗോഡ്. കാസർഗോഡ്. നിരഞ്ജന നാട് എവിടെയാടാ? കാസർഗോഡ്. കാസർഗോഡ്. മോടെയോ? നക്ഷത്ര. നക്ഷത്ര പാലക്കാട്. പാലക്കാട്. എത്രയല്ല പഠിക്കും നിങ്ങള്? ഞാൻ ഇനി 8th ഞാൻ 7th. ഞാനിനി 5ലേക്ക്. നീ ഒരിക്കൽ പരിചയപ്പെട്ടു പോയതല്ലേ? അന്നും 5ആയിരുന്നല്ലോ അല്ലേ? തുടങ്ങാം. നിരഞ്ജന്റെ ടീമായിരിക്കും. ഒട്ടും കുറവിടാതില്ല. ഇത് ഉറക്കൊന്നുമില്ലേ? അച്ഛ ഉറങ്ങിയില്ല? ഈ ചിക്കൻ ഡിന്നർ അടിച്ചിട്ട് കിടക്കാന്ന് വിചാരിച്ച്. അതിനച്ഛന്റെ കണ്ണ് കാണത്തില്ലല്ലോ. ഈ കണ്ണും കൊണ്ട് ആംബുലൻസ് ഓടിച്ചാനാ ഞാൻ. പിന്നല്ലേ ഈ ഗെയിം. അത് പിന്നെ അച്ഛന്റെ വണ്ടി കണ്ടാ ജീവന് കൊതിയുള്ള വണ്ടിക്കാര് മാറി തരും. എന്തെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ല. പിന്നെ അച്ഛൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അച്ഛ ഉറങ്ങിയാലേ എനിക്ക് ഉറക്കം വരത്തുള്ളൂ. അതെന്താ? നീ എന്റെ കണ്ണുകൊണ്ടാണോ കിടന്നുറങ്ങുന്നത്? ഞാൻ പറയാനുള്ളതേ പറഞ്ഞു. ഇപ്പൊ നാട്ടുകാരെ കൊണ്ട് അച്ഛൻ ഉറങ്ങാത്ത വീടാന്ന് പറയിപ്പിക്കല്ലേ. അച്ഛൻ ഉറങ്ങാത്ത വീട് അതൊരു സിനിമയല്ലേ? എന്നാ അതും കണ്ടിട്ട് നീ ഉറങ്ങാം. അച്ഛ ഉറങ്ങുന്നുണ്ടോ ഇല്ലയോ? നിന്റെ അമ്മായിയമ്മ ഉറങ്ങിയോടി? ഉറങ്ങി. അല്ലേലും അമ്മായിമ്മയ്ക്ക് മരുമോൾക്ക് ഇവിടെ എന്തിന്റെ കുറവാ? എന്റെ മകൻ അങ്ങ് ഗൾഫിൽ ചോര നീരാക്കി ജോലി ചെയ്യുന്നു. അല്ല, നിന്റെ അമ്മായിമ്മയ്ക്ക് എത്ര സ്വർണ്ണമാ വാങ്ങിച്ചു കൊടുത്തത്? 8. നിനക്കാ? 2. എല്ലെങ്കിലും ആ അമ്മ എന്റെ മരുമോളായോണ്ട് നിന്നോട് ഞാൻ പറയാ, നീ കുറച്ച് പ്രാക്ടിക്കൽ ആവാനുണ്ട്. പ്രാക്ടിക്കലോ? പ്രാക്ടിക്കല്ല, നിന്റെ അമ്മ എല്ലാം വാങ്ങിച്ചെടുക്കും. അച്ഛാ, എനിക്ക് മനസ്സിലാവുന്ന പോലെ ഒന്ന് പതുക്കെ ഒന്ന് പറ. അയ്യോ, വന്ദേ ഭാരത് പോകുന്ന പോലെ അങ്ങ് പോവാ. പിന്നെ എന്റെ അമ്മായിമ്മ എന്നെയും കൂടെ അച്ഛൻ അമ്മി തല്ലിക്കാൻ നോക്കണ്ട. ഇപ്പൊ അച്ഛൻ പോയി കിടന്നുറങ്ങ്. എനിക്ക് ഒരുപാട് പണി ഒതുക്കി തീർക്കാനുണ്ട്. പിന്നെ മാത്രമല്ല ആ മാലയുടെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. എടി കൊച്ചേ, ഞാൻ വിളിക്കുമ്പോഴില്ലേ എനിക്കൊരു ബൈനോക്കുലർ വാങ്ങിക്കാനുള്ള കാശ് അയച്ചു തരാൻ പറയണേ. ഈ വയസ്സാങ്കാലത്ത് അച്ഛൻ എന്തോത്തിനാ ബൈനോക്കുലർ? ഈ ഗെയിമില്ലേ അടുത്ത് നിന്ന് കളിക്കാൻ. അച്ഛൻ ഇപ്പൊ അച്ഛന്റെ റൂമിൽ പോയി കിടന്നോ ഇരുന്നോ തലകുത്തി നിന്നോ എങ്ങനെ വേണമെങ്കിലും ഗെയിം കളിച്ചോ. ഓക്കേ മോളെ. പോ. വാ. അയ്യോ, ഒന്ന് ഇറങ്ങി വാടോ. ഇയാളെ കള്ളനല്ലേ? അതെ, പക്ഷെ എക്സിക്യൂട്ടീവ് കള്ളനാ. കണ്ടില്ലേ പെട്ടി? പട്ടി വരുമ്പോ കണ്ടായിരുന്നു. ഭാഗ്യം. ഞാൻ ഗബ്രിയേല ഡിസൂസ ഫ്രം കൽക്കത്ത. ഇതെന്റെ ഒറിജിനൽ നെയിം അല്ലാട്ടോ, ഒഫീഷ്യൽ നെയിം ഡിസൂസ. മൂസയുടെ വകയിലൊരു ബന്ധുവായിട്ട് വരും. പക്ഷെ അത് മൂസക്കറിയില്ലാന്നേ. അതെന്താ? അത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോ മൂസയുടെ പെങ്ങളും കൊണ്ടല്ലേ ഞാൻ വന്നേ. അങ്ങനെ. എന്നിട്ടെന്താ ഇപ്പൊ 2 കുട്ടികളും കുടുംബവും ജയിലൊക്കെ ആയിട്ട് ഞങ്ങൾ സന്തോഷമായി കഴിയുന്നു. അല്ല, ഞാനിപ്പോ ഇവിടെ എന്താ ചെയ്യണ്ടേ? കക്കണോ? ആരാ മോളെ കക്കിയും കൊണ്ടുവന്നത്? ഇനി എന്ത് ചെയ്യൂ? ഇനി ഒന്നും ചെയ്യാനില്ല. പുള്ളിക്കാരുടെ കണ്ണ് കാണത്തില്ലടോ. അപ്പൊ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഇയാൾക്കേ കണ്ണിനാകും, ഒരു നാക്കിനല്ല. ഓ, സംസാരിക്കുന്നെന്തിനായിരിക്കുമല്ലേ? അയ്യോ അച്ഛാ, ഒന്ന് പോയി കിടക്കച്ചാ. ഇച്ചിരി ചൂടുവെള്ളം വേണമായിരുന്നു. ചൂടുവെള്ളം ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടല്ലോ. കണ്ണ് കാണത്തില്ലല്ലോ, തൊട്ടാലല്ലേ ജോലി. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? മുകളിലോട്ട് വിളിച്ചൂടായോ? മോള് വന്ന് വിളിച്ചതാ, പോയില്ല. മോളല്ല, മോളിലോട്ട്. പിന്നെ
എന്റെ അമ്മായിയമ്മയുടെ കഴുത്തിൽ 8 പവന്റെ മാലയുണ്ട്. അതാണ് നിങ്ങൾ കക്കേണ്ടത്. അതായത് ബാക്കി കണ്ടിന്യൂ. അതായത് അമ്മായിയമ്മ അറിയാൻ നമുക്കത് എടുക്കണം. സാധാരണ ഞാൻ എടുക്കുന്ന ഞാൻ പോലെ അറിയാറില്ല. പിന്നല്ലേ അമ്മച്ചി ബെസ്റ്റ്. അമ്മച്ചിക്ക് ബോധമുണ്ടാ? ഒരു ബോധവുമില്ല. ആരോടാ എന്താ പറയുന്നതെന്ന് ഒരു വിചാരവുമില്ല. പക്ഷെ ആര് വന്ന് മുന്നിൽ നിന്നാലും മുടി ഇഞ്ഞ ചീത്ത വിളിയാ. എന്നാ പിന്നെ ബോധം കെടുത്തേണ്ടി വരുമല്ലേ? വരും വരും വരും. എവിടെ പെട്ടി എവിടെ? എന്നാ പിന്നെ അമ്പും വില്ലും വെച്ച് ബോധം കെടുത്തിയാല? അയ്യോ, അമ്പും വില്ലുവോ? എന്താ ഇയാൾ പൊട്ടത്തരാണോ പറയുന്നേ? തള്ള അമ്പിനും വില്ലിനും അടുക്കാത്ത ടൈപ്പാ. അയ്യോ, എന്നാ പിന്നെ ഈ സാധനം നമുക്ക് മാറ്റി പിടിക്കാം. വേറെ നോക്കട്ടെ. ഇത് വേണ്ട. എന്തുവാ ഇത് പറഞ്ഞ? ഇതല്ലേ ക്ലോറോഫോം? എന്നാ പിന്നെ ഇത് വെച്ച് എന്നെ ബോധം കെടുത്താം. വളത്തിന്റെ കാര്യം പറയുന്നത്? വളത്തിന്റെ കാര്യമല്ല ചേട്ടാ, മണത്തിന്റെ കാര്യ പറഞ്ഞേ. ബലൂൺ വിൽപ്പനക്കാരനാ ചേട്ടാ. ബലൂൺ വേണോ? ബലൂൺ പച്ച ബലൂൺ, ചുവപ്പ് ബലൂൺ. ഒന്ന് പോയി കിടക്കാൻ തൊഴാം. ഈ രാത്രിയിലാണോ വിൽപ്പനക്കാരൊക്കെ വരുന്നത്? എടി കൊച്ചേ, നീ അകത്തേക്ക് ചെന്ന് കിടന്നേ, അവരൊക്കെ പൊയ്ക്കോളും. ഓ ശരി അച്ഛാ. അനിയാ, നീ ഇത് കേക്കണം. അയ്യോ ഇതിപ്പോ എവിടെയാ? പറ ഓപ്പോളെ. ഓപ്പോളോ? ആരുടെ ഓപ്പോള്? പിന്നെ അനിയാന്ന് വിളിച്ചാ എനിക്ക് ഓപ്പോളോ എന്നല്ലാതെ വേറൊന്നും വിളിക്കാൻ പറ്റുമോ ഓപ്പോളെ? ഓ അങ്ങനെ. എന്റെ ഭർത്താവ് അങ്ങ് ദുബായി പോയി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ. അച്ഛൻ പാവോ. പക്ഷെ ആ തൊള്ളയുണ്ടല്ലോ എന്റെ അമ്മായിയമ്മ എന്ന് പറയുന്നവര്, അവര് ആ കാശ് മൊത്തം അങ്ങ് എടുക്കും. എനിക്ക് സങ്കടാവത്തില്ലയോ? എടി സത്യമതി, എന്തോ ആ പട്ടി അങ്ങ് തുറന്നിടടി. ഓ എങ്ങോട്ട് പോവാ? പട്ടിക്ക് ഞാൻ മരുന്ന് കൊടുത്ത് ഉറക്കിട്ടുണ്ട്. എടി സത്യമതി, എന്തോ ആ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കടി. വെട്ടം കണ്ടാ എനിക്ക് ഉറക്കം വരത്തില്ല, നിനക്കറിയില്ലേ? അതിന് അച്ഛന് കണ്ണ് കാണത്തില്ലല്ലോ. ഓ അത് ശരിയാണ്, ഞാൻ മറന്നുപോയി. പട്ടിക്ക് ഉറക്കം കൊടുത്താൽ മതി, നീയാക്കും കൂടി കുറച്ച് കൊടുത്തൂടായിരുന്ന? കൊടുത്തതാ, കഴിച്ചില്ല. അയ്യോ എന്തുവാ ഇത്? ഞാൻ കക്കട്ടെ പോയിട്ട്. ഇപ്പോഴോ? നിങ്ങൾ വന്ന കാര്യം ഞാൻ മറന്നുപോയി. ഇപ്പൊ എന്റെ ക്ലോറോഫോം, എന്റെ പഞ്ഞി, ഇത് പട്ടി ഇവിടെ ഇടാൻ പോട്ടെ. ഇങ്ങോട്ടല്ലേ അലമാറയുടെ താക്കോലില്ലാണ്ട് എങ്ങോട്ട് പോവാടോ താൻ? അയ്യോ, ഈ ഞങ്ങള് കള്ളന്മാരെ സാധാരണ അലമാരെ കുത്തി തറക്കാറാണ് പതിവ്. പോട്ടെ, ബൈ ബൈ. എന്തോ തുളച്ചു. അമ്മ ഉണരാതെ പതുക്കെ ആ മാല എടുക്കണേ. തക്കാണെങ്കിൽ അമ്മച്ചിയോട് ഭയങ്കര സ്നേഹാലേ. പക്ഷെ അഥവാ ആ തള്ള ഉണർന്ന തലക്കിട്ട് കൊട്ടും കൊടുത്തേര്. ഇതെവിടുന്ന് ഒരു മരയോ തേമ്പൊക്കെ വിടുന്ന സൗണ്ട്? അയ്യോ, അത് ഞാൻ കരഞ്ഞതാ. ഓ ഈ ഉണ്ടായിരുന്നോ? പോട്ടെ, ബൈ ബൈ. ഞാനൊരു വഴിപോക്കനാണ് സാറേ. എന്റെ ദൈവമേ, ഞാൻ നടന്നു വഴിയിലാണോ വന്ന് കിടന്നത്? മകൻ വാങ്ങിച്ചെന്ന മാലയാണ് പറഞ്ഞ തളരൊരു നെകളിപ്പുണ്ടല്ലോ, ഞാനത് തീർത്തു കൊടുക്കാം. എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് കൊണ്ട് വാങ്ങിക്കുന്ന സ്വർണം ഞാൻ മാത്രം വിട്ടാ മതി. അല്ലേ ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. എനിക്ക് അങ്ങനെ പോവാൻ പറ്റത്തില്ല. വേറൊരു ജോലിയും കൂടി ഇല്ലേ? എന്ത് ജോലി? അപ്പൊ അതൊന്നും അറിഞ്ഞില്ല കൊച്ചു കള്ളി. ഒന്നും അറിഞ്ഞില്ല, പറയടോ പെട്ടെന്ന്. അമ്മരെ മാല മോഷ്ടിക്കണം ചേച്ചി എന്നെ വിളിച്ചില്ലേ? വിളിച്ച്. അതുപോലെ ചേച്ചി 50 പവൻ സ്വർണ്ണമില്ലേ, അത് മോഷ്ടിക്കാൻ എനിക്ക് ഇവിടെ ഒരാൾ കൊട്ടേഷൻ തന്നിട്ടുണ്ട്. ദൈവമേ, അതാര്? അത് കൊടുത്തത് ഞാനാ. ഇങ്ങനെ തന്നെ മോളെ, പൊട്ടനെ ചട്ടൻ ചതിച്ച ചട്ടനെ ദൈവം ചതിച്ചു. അച്ഛാ, നല്ല സ്കിറ്റായിരുന്നു, നല്ലൊരു കേടുകൾ കേട്ടവർക്ക്. ബാലച്ചേട്ടാ, ഇവിടെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്നറിയോ, ഈ കുട്ടികളൊക്കെ വന്നിട്ട് പെർഫോമൻസ് തകർത്തിട്ട് പോകുന്നു. നിരഞ്ജൻ 5th സ്റ്റാൻഡേർഡാ, 5ലേക്ക് പെർഫോമൻஸுக்கு 5 സ്റ്റാറേ കൊടുக்கலாம். ആഹാ, எப்படி 2 ടീംമേറ്റ്ஸை പിടിച്ചാ? എങ്ങനെ പിടിച്ചു അവരെ? കണ്ടിന് പുതുതായിട്ട് കൊണ്ടുവന്നതല്ലേ? പുതിയതായിട്ട് കൊണ്ടുവന്ന, പക്ഷെ അവൻ ഇതിനു മുമ്പ് കണ്ടിന് അല്ലേ? 2 സുന്ദരി കുട്ടികളും നന്നായി പെർഫോം ചെയ്തു കേട്ടോ. ഈ പെർഫോമൻസ് കഴിഞ്ഞിട്ട് മീശ എടുത്തിട്ട് നിന്നെ കാണാം. നിന്നല്ലേ പുറത്ത് വെച്ച് ഞാൻ കണ്ടത് മീശ ഇട്ടിട്ട്. ഞാൻ അടുത്ത് ചെന്നിട്ട് പോയി, നിന്റെ മീശേനെ ഊറിയാലോന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കി. പിന്നീടാണ് മനസ്സിലായത് ബാലാൻ. എനിവേ, കുറച്ചുകൂടി എന്താ പറയുക, പോസിറ്റീവായിട്ട് എടുക്കണം. കുറച്ചുകൂടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ടഫായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. കുറച്ച് പ്രിപ്പറേഷൻ വേണം. ബോഡി ലാംഗ്വേജ് ഏன்னா ഇപ്പം ഇവിടെ നിന്ന് ഒരു സ്ക്രിപ്റ്റ് കൊടുക്കുമ്പോൾ, കണ്ടൻറ്റ് കൊടുക്കുമ്പോൾ ഏത് രീതിയിൽ നമുക്ക് ബോഡി ലാംഗ്വേജ് നമുക്ക് യൂസ് ചെയ്യാം, റെഫറൻസസ് ഒക്കെ നമുക്ക് എടുക്കാം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ കുറച്ചുകൂടെ നമുക്ക് നന്നാക്കാൻ പറ്റും.
എന്നാ കാരണം എല്ലാവരും ഭയങ്കര പെർഫോമൻസ് ഞാൻ ഇതുവരെ കണ്ടതിൽ എല്ലാവർക്കും ഒരു കോമ്പറ്റേറ്റീവ് ലെവൽ എന്ന് പറയുന്നത് കുറച്ച് ഹൈ ആയിരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ കുറച്ചുകൂടെ ശ്രമിച്ച് നെക്സ്റ്റ് ടൈം പെർഫോം ചെയ്യുമ്പോൾ നമ്മളുടെ കണ്ടൻറ് എന്താണ്, കോമഡി എങ്ങനെ വർക്കൗട്ട് ചെയ്യും, അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നമ്മളുടെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും നന്നാവും. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ബാലചേട്ടാ. സാജൻ ചേട്ടാ, ഈ ഒരു ഏജിൽ ഇതേപോലൊരു വേദിയിൽ വന്നിട്ട് യാതൊരു പേടിയില്ലാതെ കൂളായിട്ടൊരു നല്ല സ്കിറ്റ് പെർഫോം ചെയ്തതിന് നല്ലൊരു കയ്യടി ആദ്യമായിട്ട് നിങ്ങൾക്ക് തരികയാണ്. പ്രത്യേകിച്ച് നിരഞ്ജൻ ഫസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്, ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും പുതിയ ആൾക്കാരാണ്. പക്ഷെ അതിൻ്റെതായ യാതൊരു ടെൻഷനും മക്കളെ നിങ്ങൾക്കില്ലായിരുന്നു. നിങ്ങൾ 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. അതായത് നിങ്ങൾക്ക് തന്ന സ്കിറ്റ് നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു. ഇനി ഇതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് പറയട്ടെ. ഇത് ബാലചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വളരെ പോസിറ്റീവായിട്ട് എടുക്കാവുള്ളൂ. ഓക്കെ, നക്ഷത്ര സ്കൂളിൽ എന്തൊക്കെയാണ് വേറെ ആക്ടിവിറ്റീസ്? കഥാപ്രസംഗം, ഡാൻസ് ഉണ്ട്. ഏതാണ്, എന്ത് ഡാൻസാണ്? ഭരതനാട്യം. ഭരതനാട്യം ആക്ടിങ്ങിൽ വരുന്നുണ്ട് മോളുടെ. അതായത് അഭിനയിക്കുന്നതിനിടയ്ക്ക് ഈ അരമണ്ഡലം അതൊക്കെ അതിനുള്ളതാണോ? അരമണ്ഡലം മിക്കപ്പോഴും വരുന്നുണ്ട്. മോള് ഇങ്ങനെ നിന്നാണ് ഡയലോഗ് പറയുന്നത്. അതൊന്നും മാറ്റിയിരിക്കുന്നത് തുടക്കമല്ലേ, ഇതൊക്കെ നിങ്ങൾ ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ എടുക്കാവുള്ളൂ. പിന്നെ ഈ അനാമികയാണെന്നുണ്ടെങ്കിലും കുറച്ച് സ്പീഡ് കൂടുതലായിരുന്നു ഇന്ന്. അപ്പം നിങ്ങളൊരു ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് ഒട്ടും വലിക്കണ്ടെന്നൊക്കെ കരുതിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പ്രാക്ടീസ് സെഷന് തന്നെ അത് നോക്കണം. ഒരുപാട് അങ്ങ് സ്പീഡാകുമ്പോഴേ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല, ഇമോഷൻ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് പറഞ്ഞിരുന്നത് കേട്ടോ. നിരഞ്ജൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നീ ഭയങ്കര ക്യൂട്ടാണ്, നിൻ്റെ ചിരി അതേപോലെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ വളരെ ക്യൂട്ടാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്താണ്, ഈ ഇദ്ദേഹം കണ്ണ് കാണാൻ പാടില്ലാത്ത ഒരാളല്ലേ. അപ്പോൾ ആദ്യം തന്നെ മൊബൈലിൽ ഇരുന്നിട്ട് വളരെ കൂളായിട്ടാണ് അത് നോക്കി അത് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിനിടയ്ക്ക് തന്നെ കണ്ണ് കാണാൻ പറ്റാത്തതുകൊണ്ട് ഇത് കാണാനും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു സാധനം തന്നെ ആദ്യമൊക്കെ ഇട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ആദ്യം തന്നെ നമുക്കത് കൺവേ ആവും കേട്ടോ. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. ഷാജോൻ ചേട്ടൻ പറഞ്ഞത് എനിക്കും പറയാനുള്ളൂ. നക്ഷത്രയാണ് ഇതിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരാൾ. പിന്നെ തമാശയുടെ കുറവ് ഇതിൽ ഉണ്ട്. തമാശ കുറച്ചുകൂടെയൊക്കെ വേണം. കാര്യം നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾ ഈ പറയുന്ന പോലെ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ രണ്ടുപേരും. അവൻ കയറിയിട്ടുണ്ട്, നിരഞ്ജൻ കയറിയിട്ടുണ്ട്. നിരഞ്ജൻ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഷാജൻ ചേട്ടൻ പറഞ്ഞതുപോലെ ആദ്യം തൊട്ടേ ആ ഒരു കണ്ണ് കാണാൻ പാടില്ല എന്നുള്ളത് കാണിച്ചിരുന്നെങ്കിൽ നല്ല സുഖമായിരുന്നു. കാര്യം സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ഒട്ടും കണ്ണ് കാണാൻ പാടില്ലാത്ത പോലെയാണ്. ഇതിപ്പോൾ കണ്ണ് കാണാവുന്ന രീതിയില്ല. സാരമില്ല, അത് ഗ്രൂമേഴ്സ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് നേരത്തെ തരേണ്ടതായിരുന്നു. ഇതൊക്കെ നിങ്ങൾ ഇനി അടുത്തൊരു തവണ ചെയ്യുമ്പോൾ ഇതെല്ലാം നിങ്ങളും കൂടി ഓർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞിരുന്നത് കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ, എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടോ എന്ന് അവരോട് ചോദിക്കാം. ചോദിച്ചിട്ട് വന്ന് ചെയ്യുമ്പോൾ പിന്നെ ഞങ്ങൾ ഈ സംസാരിക്കുന്ന കേൾക്കേണ്ട വരികയില്ല. അടുത്ത പ്രാവശ്യം അതൊക്കെ പറഞ്ഞ് നല്ല മിടുക്കികളുമായിട്ട് അടുത്ത പ്രാവശ്യം വരിക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. മാർക്സ് വാങ്ങിച്ചാലോ? ഇപ്പം ആദ്യം ബാലചേട്ടൻ തരട്ടെ. 3 മാർക്ക്. അപ്പോൾ 3000 rupees ഉണ്ട്. നസീർക്ക ആ 3 എൻ്റെ 3 കൂടെ കൂട്ടി 6000 ആക്കി. അപ്പോൾ 6000. 6000. പക്ഷേ ടോട്ടൽ എമൗണ്ട് 10,000 ഉണ്ട്. ആദ്യത്തെ സ്റ്റേജ് എന്നുള്ള നിലയ്ക്ക് 10,000 നല്ല എമൗണ്ടാ. ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ, ബൈ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. എനിക്കറിയാം പോകേണ്ട സമയമായിട്ടുണ്ട്, പോകാനുള്ള മനസ്സില്ലെന്നും അറിയാം. ഇവിടെ നിങ്ങൾക്ക് അങ്ങ് പിടിച്ചു. അതിൻ്റെ ഭയങ്കരമായിട്ട് ചിരിച്ചതിൻ്റെ ക്ഷീണവും നിങ്ങളുടെ മുഖത്ത് കാണുന്നുണ്ട്. ഞാൻ ഇന്ന് ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. പോയി നന്നായിട്ട് ഉറങ്ങി റെസ്റ്റ് എടുത്ത് നാളെ അടുത്ത എപ്പിസോഡിൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരൂ സുഹൃത്തുക്കളെ, തിരിച്ചു വരൂ. നിങ്ങൾ അസാധ്യ ഓഡിയൻസ് ആയിരുന്നു. ജയലക്ഷ്മി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് മണിമല, ഇവർക്ക് നമുക്കൊരു നല്ല കൈഡ്. എനിക്കും ചിരിച്ചിട്ട് വയ്യാണ്ടായി. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.